ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. തദ്ദേശത്തിൽ ആദ്യവട്ടപ്പോരിന്റെ പ്രചാരണം പൊട്ടിക്കലാശിച്ചു കഴിഞ്ഞു. മുന്നണിയും പാർട്ടിയും എന്നതിനപ്പുറം വിചിത്ര സഖ്യങ്ങളും വിചിത്ര പോരാട്ടങ്ങളും വിമത പോരാട്ടങ്ങളും തദ്ദേശ പോരാട്ടത്തിലെ സ്ഥിരം കാഴ്ചകളാണ്. മൂന്നാം തുടർഭരണം ലക്ഷ്യമിട്ടുള്ള പോരിന് മുൻപുള്ള തദ്ദേശ പോരിൽ കളം പിടിക്കാൻ മുഖ്യമന്ത്രി മുഖാമുഖവുമായിട്ടാണ് മുന്നേറുന്നത്. 3 മുഖാമുഖങ്ങൾ കഴിയുമ്പോൾ അതിദാരിദ്ര്യമുക്ത കേരളത്തിൽ തുടങ്ങി പതിവ് ചോദ്യങ്ങൾ അവസാനിക്കുമ്പോൾ നിശ്ചയിച്ചുറപ്പിച്ച ഒരു ചോദ്യം വരും: ജമാഅത്തെ ഇസ്ലാമി. UDF-ഉമായുള്ള മതവാദികളുടെ ബന്ധത്തിൽ മുഖ്യമന്ത്രി വാചാലനാകും. മുഖാമുഖം കോഴിക്കോട്ടെത്തിയപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അമീറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയെപ്പറ്റി ചോദ്യമുയർന്നു. പാർട്ടി മുഖപത്രത്തിലെ മുഖപ്രസംഗത്തെക്കുറിച്ചും ചോദ്യമുണ്ടായി. കാണാൻ വന്നവരെ സമൂഹദ്രോഹികളെന്ന് വിളിച്ചുവെന്നാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. പണ്ട് പിന്തുണ തന്നതിന്റെയും അവരെ നിലപാടുള്ളവരായി പ്രശംസിച്ചതിന്റെയും പഴയ ഫയലുകൾ തെളിച്ചമുള്ള സത്യങ്ങളായി മുന്നിലുള്ളപ്പോൾ എന്തിനാണ് ഈ പ്രചാരണം? വെള്ളാപ്പള്ളിയുടെ മുസ്ലിം വിരുദ്ധ വർഗീയ നാവിന് പട്ടും വളയും, ഔദ്യോഗിക വാഹനത്തിൽ എഴുന്നള്ളിപ്പ്, വർത്തമാനകാലത്തൊന്നും നമ്മൾ കേട്ടിട്ടില്ലാത്ത മതരാഷ്ട്രവാദത്തിനെതിരെ വാളുയർത്തൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പാനന്തരം ഉയർന്ന പുതിയ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ യാഥാർത്ഥ്യം വോട്ടുകുത്തുന്ന ജനം തിരിച്ചറിയില്ലേ? കണ്ടവരെ കൂട്ടിയില്ലേ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ CPM-ൽ നിന്നും അഡ്വക്കേറ്റ് KS അരുൺകുമാർ, കോൺഗ്രസിൽ നിന്നും സന്ദീപ് വാര്യർ, അഡ്വക്കേറ്റ് ഷിബു മീരാനാണ് മുസ്ലിം ലീഗിൽ നിന്നും, AK അനുരാജ് വലത് നിരീക്ഷകൻ, NP ചക്കുട്ടി രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ അഡ്വക്കേറ്റ് അരുൺകുമാറിലേക്ക് പോകുന്നു. അരുൺ, ഇപ്പോൾ വർത്തമാനകാല കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിൽ നിന്നും എന്ത് തരം ഭീഷണിയാണ് കേരളത്തിനുള്ളത്? ഈ ചർച്ചയിൽ ആരൊക്കെയാ ഉള്ളത് എന്നോട് പറഞ്ഞേ. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, BJP അനുഭാവി, മാധ്യമപ്രവർത്തകൻ. തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം പ്രധാനപ്പെട്ട മാധ്യമത്തിൽ കോൺഗ്രസിന്റെ പ്രതിനിധി, ലീഗിന്റെ പ്രതിനിധി, വലതുപക്ഷ നിരീക്ഷകർ. കൊള്ളാം, ഏതായാലും നല്ല പാനലാണ്. ഞാൻ ഈ പാനലിനെ അഭിനന്ദിക്കുകയാണ്. LDF-ലും ഘടകകക്ഷികളുണ്ട്. ആ ഘടകകക്ഷികളൊന്നും നിങ്ങളുടെ കണ്ണിപ്പെടില്ല. UDF-ന്റെ ഘടകകക്ഷികൾ കോൺഗ്രസും ലീഗും. നിങ്ങൾക്ക് കുറച്ചുകൂടെ മറ്റ് ഘടകകക്ഷികളെ കൂടെ വിളിക്കാമായിരുന്നു. അത് ഞാൻ ആദ്യം തന്നെ നിങ്ങളുടെ ശ്രദ്ധപ്പെടുത്തി. ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്കും ചില കാര്യങ്ങൾ പരത്താം. അഡ്വക്കേറ്റ് കുമാർ പറയുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി ഉന്നയിച്ച വാദം, അതിന് മറുപടി, മുഖ്യമന്ത്രി ആർക്കൊക്കെതിരെയാണോ ആരോപണം ഉന്നയിച്ചത് അവരുടെ പ്രതിനിധികളെയാണ് ഈ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നത്. കാരണം ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രത്യേക സംവിധാനവുമായി സഖ്യമുള്ളവർ എന്ന രൂപത്തിലാണ് ലീഗിനെയും കോൺഗ്രസിനെയും വിളിച്ചത്. ഇനി അങ്ങേക്ക് പറയാം. ഇല്ല, എക്സ്പ്ലനേഷൻ കൊള്ളാം. കേരളത്തിലെ ജനങ്ങൾ ആ എക്സ്പ്ലനേഷൻ കേൾക്കട്ടെ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം ചർച്ചയിൽ കോൺഗ്രസ്, ലീഗ്, 2 വലതുപക്ഷ നിരീക്ഷകർ, 1 CPM പ്രതിനിധി, 5-ൽ 1:4. ജനങ്ങളത് കേൾക്കട്ടെ. ഏതായാലും താങ്കൾ ചോദിച്ച ചോദ്യം 3 ദിവസമായി മുഖ്യമന്ത്രി വളരെ കൃത്യമായി തന്നെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിൽ കൃത്യമായി തന്നെ വ്യക്തമാണ്, ഇവിടെ ജമാഅത്തെ ഇസ്ലാമി പരസ്യമായി ജമാഅത്തെ ഇസ്ലാമിയുമായി UDF കൂട്ടുകൂടിയിരിക്കുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥി വിജയിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ ഏറ്റവും ആദ്യം ആഹ്ലാദ പ്രകടനം നടത്തിക്കൊണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ ഓഫീസിന് മുന്നിലേക്കാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രകടനം പോയത്. അതേപോലെ തന്നെ അടുത്ത കാലത്ത് കോൺഗ്രസ് തന്നെ അഡ്മിറ്റ് ചെയ്യുകയാണ്, ഒരു 2018 ശേഷം 19 ശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിൽ പരസ്യമായി തന്നെ ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയും SDP-യുമായിട്ട് സഖ്യമുണ്ട് എന്ന് അഡ്മിറ്റ് ചെയ്യുന്നു. ഇവിടെ ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തന്നെ SDP-യുടെ സ്ഥാനാർത്ഥിമാരെ, ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിമാരെ തന്നെ പ്രഖ്യാപിക്കുന്നത് നമ്മൾ കണ്ടു. സ്വന്തം പാനൽ പ്രഖ്യാപിക്കുമ്പോൾ 1-2 സ്ഥാനാർത്ഥിമാർ ജമാഅത്തെ ഇസ്ലാമി നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളെ കൂടി UDF-ന്റെ പാനലിലുള്ള സ്ഥാനാർത്ഥികൾ എന്ന രൂപത്തിൽ പ്രഖ്യാപിക്കുന്നതും അടുത്ത ദിവസം നമ്മൾ കണ്ടു. അതായത് കേരളത്തിൽ LDF-നെ നേരിടാൻ UDF-ന് ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും NDF-ന്റെയും SDP-യുടെയും ഒന്നും പിന്തുണയില്ലാതെ പറ്റില്ല എന്ന യാഥാർത്ഥ്യത്തിലേക്ക് UDF തന്നെ അംഗീകരിക്കുന്നത് നമ്മൾ കാണുകയാണ്. ആ യാഥാർത്ഥ്യമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. അതൊരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ SDP-യും ഉൾക്കൊള്ളുന്നു, UDF-ഉം ഉൾക്കൊള്ളുന്നു. SDP-ഐ ശരിക്കും പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി ഒരു മതരാഷ്ട്രവാദികളല്ല, അവരതിൽ നിന്നൊക്കെ മാറി എന്ന് പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചത് ആരാണെന്ന് നമുക്കറിയാം. സാക്ഷാൽ VD സതീശൻ തന്നെയാണ്. അത് മതരാഷ്ട്രവാദികളിൽ നിന്ന് മാറി എന്ന് പ്രഖ്യാപിക്കാൻ ശരിക്കും ജമാഅത്തെ ഇസ്ലാമിയുടെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ആളുകളല്ല പ്രഖ്യാപിച്ചത്, മറിച്ച് VD സതീശൻ പ്രഖ്യാപിക്കുന്നു. അതിൽ അവർ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് മഹാസഖ്യം LDF-നെതിരെ ഉണ്ടാക്കിയാലും
ആ മഹാസഖ്യം ജനങ്ങൾ തിരിച്ചറിയും. അത്തരം സഖ്യങ്ങൾക്ക് ജനങ്ങളുടെ മുന്നിൽ ഒരു സ്ഥാനമില്ല എന്ന് തെളിയിക്കും. ഇവിടെ മതരാഷ്ട്രവാദികൾ ഭൂരിപക്ഷ മതത്തിന്റെ പേരിലായാലും ന്യൂനപക്ഷ മതത്തിന്റെ പേരിലായാലും അവരെ ഒറ്റപ്പെടുത്തുന്ന നിലപാടാണ് എല്ലാ ഘട്ടത്തിലും ഈ കേരളം സ്വീകരിച്ചത്. കേരളം തുടരും. മതത്തിന്റെ പേരിൽ ഇവിടെ വോട്ടുണ്ടാവില്ല. ശരി, എന്റെ ആദ്യ ചോദ്യത്തിന് അങ്ങ് മറുപടി പറഞ്ഞില്ല. ഈ വർത്തമാനകാല കേരളത്തിൽ എന്താണ് അവരിൽ നിന്ന് ഉയരുന്ന ഭീഷണി? ഇപ്പോൾ ഒരു ഭീഷണി ഉണ്ടാകണമല്ലോ. ഈ മതരാഷ്ട്രവാദം എന്നുള്ള പ്രസംഗം ഇവിടെയൊക്കെ പ്രസംഗിച്ച് നടന്ന് ആളുകൾക്ക് ഭീതി ഉണ്ടാക്കുന്ന രൂപത്തിൽ പ്രവർത്തിക്കണമല്ലോ. അത് നമ്മൾ കാണുന്നുണ്ടോ എന്നുള്ള ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, നിങ്ങളുമായി സഹകരിക്കുമ്പോൾ, നിങ്ങളെ പിന്തുണയ്ക്കുമ്പോൾ, നിങ്ങളുടെ നേതാക്കൾ കൂടിക്കാഴ്ചകൾ നടത്തുമ്പോൾ അപ്പോഴില്ലാത്ത മതരാഷ്ട്രവാദം ഇപ്പോഴെങ്ങനെയാണ് ഉണ്ടാകുന്നത്? മതരാഷ്ട്രവാദം ഒരു ഏതെങ്കിലും മാസത്തിൽ ഒരു ദിവസം മുഹൂർത്തം നിശ്ചയിച്ചിട്ട് ഉന്നയിക്കുന്ന സാഹചര്യമല്ല ഉള്ളത്. അവരുടെ തിയറി തന്നെ, അവരുടെ പ്രസ്ഥാനം രൂപപ്പെടുന്നത് തന്നെ, അവരുടെ ആശയത്തിന്റെ അടിത്തറ തന്നെ മതരാഷ്ട്ര നിർമ്മിതിയാണ്. മതത്തിന്റെ പേരിൽ രാഷ്ട്രം നിർമ്മിക്കുക എന്നതാണ്. അവർ ആദ്യഘട്ടത്തിലൊന്നും രാഷ്ട്രീയത്തിൽ ഇടപെടുന്നുണ്ടായിരുന്നില്ല. രാഷ്ട്രീയത്തോട് അവർക്ക് അവരുടേതായിട്ടുള്ള ഇടപെടുന്ന ഒരു സാഹചര്യമേ ഉണ്ടായിരുന്നില്ല. ഒരു പ്രത്യേക ഘട്ടത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 85-ന് ശേഷം അവർ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ തീരുമാനിക്കുന്നു. ആ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് മതരാഷ്ട്ര നിർമ്മിതിയിലേക്കുള്ള വേഗത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. അതിനു വേണ്ടിയിട്ടുള്ള അജണ്ട വച്ചുള്ള പ്രവർത്തനം തന്നെയാണ് അവർ അന്നും തുടരുന്നത്, ഇന്നും തുടരുന്നത്. ചില ഘട്ടങ്ങളിൽ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് ചെയ്യും, ഞങ്ങൾ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കില്ല, സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് ചെയ്യും എന്ന് പ്രഖ്യാപിക്കുകയും എന്നിട്ട് അവർ ഇന്ന ആളുകൾക്ക് വോട്ട് ചെയ്തു എന്ന് പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കൃത്യമായി UDF ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിനാണ് ഞങ്ങളുടെ പിന്തുണ എന്ന് അവർ പ്രഖ്യാപിക്കുകയും UDF പരസ്യമായി അവരുടെ പിന്തുണ സ്വീകരിക്കുകയും ചെയ്യുന്നു. അന്നും അവർ മതരാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്നു, ഇന്നും മതരാഷ്ട്രത്തിന് നിലകൊള്ളുന്നു. അങ്ങിപ്പോ ചോദിക്കുന്നത് ഇപ്പോഴെന്താണ് പ്രകോപനം, ഇപ്പോഴെന്താണ്? എന്നും അത് തന്നെയാണ് സാഹചര്യം. അപ്പോൾ നിങ്ങളെ പിന്തുണച്ച സാഹചര്യത്തിൽ രാജ്യത്തെ നിർമ്മിക്കാൻ വേണ്ടി ഭരണഘടനയെ വരെ ദുർബലപ്പെടുത്തി ശ്രമിക്കുന്നു. നിങ്ങളെ പിന്തുണച്ച അത് ചോദ്യത്തിന് മറുപടിയിലേക്ക് വരുന്നില്ല, അങ്ങ് പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ ചോദിച്ചത്രയേ ഉള്ളൂ, നിങ്ങളുടെ കാലത്ത് നിങ്ങളെ പിന്തുണച്ചിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ മതരാഷ്ട്രവാദം പറഞ്ഞ് അവരെ മാറ്റി നിർത്തുന്ന പരിപാടി ഉണ്ടായിരുന്നില്ലെന്നേ. നിങ്ങൾ അങ്ങോട്ട് കാണാൻ പോകുന്നു, നിങ്ങൾ അങ്ങോട്ട് കാണാൻ പോകുന്നു, തമ്മിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നു. അവർക്ക് പല സംവിധാനങ്ങളിലും അവരുടെ സാന്നിധ്യം ഉറപ്പിക്കുന്നു. അതിൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ തന്നെ പറഞ്ഞിട്ടുണ്ട്, പല കാര്യങ്ങളിലും വഖഫ് ബോർഡിലും അതോടൊപ്പം തന്നെ വേറെ എന്തിലൊക്കെയാണ്, വഖഫ് ബോർഡിൽ നിങ്ങളുടെ പ്രതിനിധി, ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധി ഉണ്ടായിരുന്നു. അതല്ലാതെ പാലോളി കമ്മിറ്റിയിലുണ്ടായിരുന്നു. അങ്ങനെ പല സംവിധാനങ്ങളിലും ജമാഅത്തെ ഇസ്ലാമി പ്രതിനിധികൾ അവരെ ആവശ്യപ്പെടാതെ തന്നെ അവരുടെ പ്രതിനിധിയെ വെച്ചു എന്നാണ് പറയുന്നത് അരുൺകുമാർ. അങ്ങനെയല്ലെങ്കിൽ അങ്ങേക്ക് അത് ഖണ്ഡിക്കാം. അങ്ങ് പറഞ്ഞത് CPM-ന്റെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുന്ന ഞാൻ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ്. അത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രത്യേകത. ഞങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കും. നിങ്ങൾ പറയൂ, ക്ഷമിക്കൂ, ക്ഷമിക്കൂ. ഇങ്ങനെ അരോചകമായിട്ട് ഞങ്ങളുടെ ശബ്ദം കേൾക്കാൻ അങ്ങയ്ക്ക് വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ വെറുതെ എന്തിനാണ് ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കുന്നത്? ഇപ്പൊ ഒരു കോൺഗ്രസും ഒരു ലീഗും ഇരുന്നല്ലോ, ഇനി ഒരു ജേക്കബ് ഗ്രൂപ്പിനിരുത്ത്, ഒരു ജോസഫ് ഗ്രൂപ്പിനിരുത്ത് നിങ്ങളുടെ ചർച്ച പൂർത്തിയാക്കും. 2 വലതുപക്ഷ നിരീക്ഷകരെ ഇരുത്തിയേക്കാം. ഞാൻ ഈ ചർച്ചയിൽ നിന്ന് പിൻവാങ്ങിയേക്കാം. ഇത്തരത്തിൽ അരോചകമായിട്ട് ഈ ചർച്ച നയിച്ചു കൊണ്ടുപോകല്ലേ. ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ്. ഒരു ഘട്ടത്തിലും ഞങ്ങൾ അങ്ങോട്ട് പോയി ചർച്ച നടത്തിയിട്ടില്ല. ഇന്ന് മുഖ്യമന്ത്രി നിങ്ങളുടെയൊക്കെ ചോദ്യത്തിന് കൃത്യമായിട്ട് പറഞ്ഞല്ലോ, CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ അനുവാദം ചോദിച്ചു പലരും വരും. അവർക്ക് വരാം, സംസാരിക്കാൻ, പോകാം. ഞങ്ങളുടെ ആതിഥ്യ മര്യാദ അനുസരിച്ച് അവരെ വന്നു കഴിഞ്ഞാൽ അവർ പറയുന്നത് കേൾക്കും. മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ഇത് സോളിഡാരിറ്റിയുടെ ആളാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയപ്പോ ഇത്രയും വലിയ മനുഷ്യവിരുദ്ധർ, നാടിന്റെ വിരുദ്ധർ ആണല്ലോ ഇവർ എന്ന് നേരെ നോക്കി ചോദിച്ചു. അവർ ഈ രാജ്യത്തിന്റെ നല്ല നിലപാടുകൾ അല്ലെങ്കിൽ നാടിനെ നല്ല രൂപത്തിൽ നയിക്കാൻ എടുക്കുന്ന തീരുമാനങ്ങൾക്കെല്ലാം എതിര് നിൽക്കുന്നവരല്ലേ ഈ സോളിഡിറ്റിക്കാർ എന്ന് മുഖത്തു നോക്കി ചോദിച്ചു എന്ന് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയല്ലേ പറഞ്ഞത്. അതുകൊണ്ട് അന്നും ഇന്നും ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ്. ഞങ്ങളുടെ ഓഫീസിലേക്ക് വന്നു, കണ്ടു, സംസാരിച്ചു, പോയി എന്ന് വെച്ച് നിങ്ങൾ വലിയ സഖ്യമല്ലേ, മറ്റല്ലേ, മറിച്ചല്ലേ. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഈ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നോക്കി വോട്ട് ചെയ്യും എന്ന് പറഞ്ഞ് പല നിലപാടും അവരെടുത്തിട്ടുണ്ടാകാം. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, ഞങ്ങൾക്ക് മനുഷ്യരുടെ വോട്ട് മതി, വർഗീയവാദികളുടെ വോട്ട് വേണ്ട. അത് ഭൂരിപക്ഷ വർഗീയതയുടെയും വേണ്ട, ന്യൂനപക്ഷ വർഗീയതയുടെയും വേണ്ട. ഈ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം നിരവധി രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള ദിവസം നിങ്ങൾ കേന്ദ്രീകരിക്കുന്നു. നിങ്ങൾ ഒരു പ്രശ്നത്തിൽ മാത്രം കേന്ദ്രീകരിച്ചു അത് പിൻവലിക്കണം. കാരണം ഈ മുഖാമുഖം മുഖ്യമന്ത്രി നടത്തി
മൂന്ന് ദിവസങ്ങളിലും മുഖാമുഖത്തിൽ ആദ്യം 3-4 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ ശേഷം അദ്ദേഹം എഴുതി തയ്യാറാക്കിയ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ ഒരു കാണ്ഡമായ ലേഖനം അങ്ങ് വായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഒരു പ്രാധാന്യം നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ അത് ഉന്നയിക്കുമ്പോൾ പിന്നെ നമുക്ക് ചോദിക്കണ്ടേ? തെറ്റിദ്ധാരണ. അതായത് കേരളത്തിൽ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുമ്പോൾ ഒരു 40-45 മിനിറ്റ് പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങളോട് പറയും, മാധ്യമങ്ങളോട് പറയും. ഒരു 10-15 മിനിറ്റ് ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരം കൊടുക്കും. എന്നാൽ ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ടുള്ള പത്രസമ്മേളനം അങ്ങ് ശ്രദ്ധിച്ചോ? 5 മിനിറ്റ് പറയും, ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി പറയും. 55 മിനിറ്റും ഈ കേരളത്തിലെ മാധ്യമങ്ങൾ പ്രാദേശിക വിഷയം, ദേശീയ വിഷയം, ഇന്റർനാഷണൽ വിഷയങ്ങൾ അടക്കം ചോദിച്ചത് കൃത്യമായിട്ട് മറുപടി പറയുകയാണ്. പുറത്തുനിന്നുള്ള വിഷയം അത് മുഖാമുഖമാണ്, അതിനാണ് അദ്ദേഹം ചെല്ലുന്നത്. ആരോടാ മുഖാമുഖം നടത്തിയേ? കേരളത്തിലെ മാധ്യമങ്ങളുമായിട്ടല്ലേ മുഖാമുഖം നടത്തിയേ? മുഖ്യമന്ത്രി എന്ന രൂപത്തിൽ ഇപ്പോൾ രാഷ്ട്രീയ വിഷയങ്ങൾ പത്രസമ്മേളനം നടത്താൻ ഗവൺമെന്റ് വിഷയങ്ങൾ പറയില്ല. ആ മുഖാമുഖമാണെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങളല്ലേ ചോദ്യം ചോദിച്ചത്? എറണാകുളത്ത് ആ മുഖാമുഖത്തിൽ പങ്കെടുത്തിയ ആളാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങളെ ഏത് വിഷയവും ചർച്ച ചെയ്തോ, ഏത് വിഷയവും ചർച്ച ചെയ്യാനുള്ള പ്രൊറോഗേറ്റീവ് നിങ്ങൾക്കുണ്ട്. അതിലൊന്നും ഞങ്ങൾ ഇടപെടുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളിലുള്ള നയം വ്യക്തമാണ്. അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി കൃത്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ല അഡ്വക്കേറ്റ് അരുൺകുമാർ, അത് ഓരോ കാലത്ത് ഓരോന്നാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതിലേക്ക് അങ്ങ് വരുന്നേ ഇല്ല. നിങ്ങളെ പിന്തുണച്ച സമയത്ത് നിങ്ങൾ ഇങ്ങനെയല്ല പറഞ്ഞിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച്. പറയട്ടെ, മണ്ടത്തരം പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ വായിക്കാം. അല്ല, മണ്ടത്തരങ്ങൾ ഞാൻ കുറച്ച് മണ്ടത്തരങ്ങൾ വായിക്കാം. പാർട്ടി പത്രത്തിൽ തന്നെ വന്നിട്ടുള്ള വാർത്തകളുണ്ട്. നിലപാടുള്ള സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. മുസ്ലിം സംഘടനകളിൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു. കണ്ണൂരിൽ ഇതേപോലൊരു മീറ്റ് ദ പ്രസിലാണ് അദ്ദേഹം സംസാരിച്ചത്. ദേശീയ സാർവദേശീയ രംഗത്തൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് വെച്ചാണ് ഓരോ കാലഘട്ടത്തിലും അവർ നിലപാടെടുത്തത്. ഓരോ മണ്ഡലത്തിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ നോക്കി വോട്ട് ചെയ്തിരുന്ന സമീപനമാണ് ജമാഅത്തെ ഇസ്ലാമി മുമ്പ് സ്വീകരിച്ചിട്ടുള്ളത്. ഇത്തവണ ആദ്യമായിട്ടാണ് അവർ ഇടതു മുന്നണിക്ക് പിന്തുണ നൽകുന്നത്. അപ്പോൾ ആ പിന്തുണയ്ക്ക് നന്ദി പറയുന്നു എന്നുള്ള കാര്യമടക്കമാണ് ഒരു തലക്കെട്ടായി വന്നിരിക്കുന്നത്. ഇടതുപക്ഷത്തിന് ശക്തി പറഞ്ഞുവെന്ന് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞതും അന്ന് വാർത്തയായിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയായി സംസാരിച്ചത് വാസ്തവമെന്ന് മുമ്പും പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. അതിന് രമേശ് ചെന്നിത്തല എന്തിനാണ് അതിന് ബുദ്ധിമുട്ടുന്നത് എന്നൊരു മറുപടി അന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് നൽകിയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായ കാര്യങ്ങളാണ്. ഇതിലൊക്കെ പത്രക്കട്ടിങ്ങുകളും ഫോട്ടോകളും ഒക്കെ തെളിവായിട്ടുണ്ട്. അധികം പിന്നാക്കം പോകേണ്ട കാര്യമില്ല. 2004, 2011, 2009, 96 പാർട്ടി മുഖപത്രത്തിലെ മുഖപ്രസംഗവുമുണ്ട്. ഇതൊന്നും ഞങ്ങൾ നിഷേധിച്ചില്ലല്ലോ. ഞങ്ങൾ എന്താ പറഞ്ഞേ? CPMന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ഇവരുടെ നേതാക്കന്മാർ വന്നു, വിളിച്ച് ചോദിച്ച് അനുവാദം ചോദിച്ചിട്ടാണ് വന്നത്. ആ അനുവാദം ചോദിച്ചപ്പോൾ അനുവാദം അനുവദിച്ചു. അവർക്ക് പറയാനുള്ളത് പറഞ്ഞു. അവർ പലരെയും പരിചയപ്പെടുത്തിയപ്പോൾ മുഖത്ത് നോക്കി ഈ രാജ്യത്തിനെതിരെ, നാടിനെതിരെ നിലനിൽക്കുന്നവരല്ലേ നിങ്ങൾ എന്ന് ചോദിച്ചു. അവരങ്ങനെ ഇറങ്ങിപ്പോയി. അവർ പല ഘട്ടത്തിലും എടുത്ത നിലപാട്, ഏറ്റവും ആദ്യം രാഷ്ട്രീയത്തിൽ ഇടപെടില്ല എന്നുള്ള നിലപാടെടുത്തു. പിന്നെ രാഷ്ട്രീയത്തിൽ ഇടപെട്ടു തുടങ്ങി. പിന്നെ സ്ഥാനാർത്ഥികളെ കണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഇടതുപക്ഷത്തിന് ശക്തി വരണമെന്ന് അവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അവർ പറയാൻ പാടില്ല എന്ന് പറയാൻ കഴിയുമോ? ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് മതരാഷ്ട്രവാദികളുടെ പിന്തുണ വേണ്ട. അന്നും വേണ്ട, ഇന്നും വേണ്ട, ഇനിയും വേണ്ട. ഈ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. നിങ്ങൾ ഏത് പത്രം എടുത്ത് വായിച്ചാലും ഏത് അരുൺകുമാറിന് എന്താ സമയത്ത് അത് കേൾക്കുന്നില്ലേ? പിണറായി വിജയൻ പറഞ്ഞ വാചകല്ലേ ഞാൻ വായിച്ചത്? എന്റെ ചെവിക്ക് കുഴപ്പമൊന്നുമില്ല. താങ്കളുടെ ചെവി താങ്കൾ പരിശോധിച്ചാൽ മതി. നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള വാചകങ്ങൾ വായിക്കും. ആ എഡിറ്റോറിയലിന്റെ അടിയിലേക്ക് അതല്ല വായിച്ചത്, ഞാൻ വാർത്തയാണ് വായിച്ചത്. 96 അല്ല, 2011 അറിയില്ലല്ലോ. അല്ല ഞാനിരിക്കുന്നതും താങ്കൾ ശ്രദ്ധിക്കൂ, ഞാനും താങ്കളും ഒരു ഫ്ലോറിലോ ഒരു സ്റ്റുഡിയോയിലല്ലല്ലോ ഇരിക്കുന്നത്. താങ്കൾ എവിടെ നിന്നെടുത്ത് എന്താണ് വായിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇരിക്കുന്നത്, താങ്കൾ ഇരിക്കുന്നത് വളരെ ദൂരെയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും പ്രസിദ്ധീകരണമാണോ എന്താണോ എന്ന് എനിക്കറിയില്ല. ജമാഅത്തെ ഇസ്ലാമിൽ നിന്ന് പിന്തുണ സ്വീകരിച്ചിരുന്ന കാലത്തെ ഒന്ന് വിശദമായി ഒന്ന് പരിശോധിച്ചാൽ അങ്ങേക്ക് കൃത്യമായ വാചകങ്ങളിലേക്ക് എത്താൻ പറ്റും. ഞാൻ കോൺഗ്രസ് പ്രതിനിധിയിലേക്ക് പോവുകയാണ്. സന്ദീപ് വാര്യർ, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ നിങ്ങൾ സ്വീകരിക്കുന്നത്, അത് കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആ പിന്തുണ സ്വീകരിക്കുന്നു എന്ന് തുറന്നു പറയുന്നുണ്ട്. പക്ഷെ അത് മുന്നണിയുടെ മുഴുവനായിട്ടുള്ള ഒരു തീരുമാനമാണോ എന്നൊരു സംശയമുണ്ട്. ലീഗിന് അതിൽ ചില ബുദ്ധിമുട്ടുണ്ട്. ലീഗ് അങ്ങനെ ആ പിന്തുണ സ്വീകരിക്കുന്നു എന്ന് പറയുന്നുമില്ല. അപ്പോൾ മുന്നണിക്ക് ആ കാര്യത്തിലൊരു പ്രശ്നം നിൽക്കുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ CPMനെ പിന്തുണച്ചെന്ന ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമ്പോൾ ഇരട്ടത്താപ്പ് കാണിക്കുകയാണെന്നുള്ളതാണ് നിങ്ങളുടെ മറുപടി.
പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന ഈ പിന്തുണയിൽ നിങ്ങളുടെ മുന്നണിക്കകത്തൊരു ഐക്യമുണ്ടോ? ഈ ചർച്ചയിൽ CPM-ന്റെ പ്രതിനിധി നിങ്ങളിനി എത്ര ആവർത്തിച്ച് ചോദിച്ചാലും അവർ പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് തിരുവനന്തപുരത്തെ AKG സെന്ററിലാണ്, പാർട്ടി ഓഫീസിലാണെന്ന് മാത്രമേ പറയൂ. ദൃശ്യം സിനിമയിൽ കുടുംബാംഗങ്ങളെ ജോർജ് കുട്ടി പഠിപ്പിച്ചു വിട്ടതുപോലെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. എത്ര പോലീസ് ചോദിച്ചാലും തൊടുപുഴയിലെ പള്ളിയിലെ ധ്യാനത്തിന് പോയിരിക്കുകയായിരുന്നു എന്നുള്ള മറുപടി മാത്രമേ കുടുംബാംഗങ്ങളിൽ നിന്ന് കിട്ടുകയുള്ളൂ. അപ്പൊ അതുപോലെ പഠിപ്പിച്ചു വിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിൽ നിന്ന് മാറി ഒരു കാര്യം പറയാനുള്ള ഒരു സാധ്യതയില്ല. തെളിവുകൾ നമ്മുടെ മുന്നിൽ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും പിണറായി വിജയൻ 2011 ആലപ്പുഴയിലെ ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളെ കണ്ടിട്ടുള്ളതെന്ന് പിന്നീട് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുള്ള വാർത്തകളും എല്ലാം നമ്മുടെ മുന്നിലുണ്ടെങ്കിലും അന്നേ ദിവസം അദ്ദേഹം തൊടുപുഴ പള്ളിയിൽ ധ്യാനത്തിന് പോയിരിക്കുകയായിരുന്നു എന്നാണ് ഇവിടെ CPM-ന്റെ പ്രതിനിധി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനി നിങ്ങൾ എത്ര ശ്രമിച്ചാലും എത്ര ചോദ്യം ചെയ്താലും അരുൺകുമാർ ആ നിലപാടിൽ നിന്ന് മാറുകയില്ല. കാരണം എന്താ, ആ നിലപാടിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അവർ ഉയർത്തിയിട്ടുള്ള വാദങ്ങളൊക്കെ ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞു വീഴും. കാരണം എത്രയോ വർഷങ്ങളായി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലുള്ള പബ്ലിക് ഡൊമൈനിലുള്ള ഒരു കാര്യമാണ് അവർ നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. CPM-ഉം ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ നിരവധി ചർച്ചകൾ നടത്തുകയും നിരവധി തെരഞ്ഞെടുപ്പുകളിൽ സഖ്യത്തിലേർപ്പെടുകയും അവരുടെ പിന്തുണ സ്വീകരിക്കുകയും അവരെ പുകഴ്ത്തുകയും അവരെ പുകഴ്ത്തിക്കൊണ്ട് പാർട്ടി പത്രത്തിൽ എഡിറ്റോറിയൽ എഴുതുകയും അവരുടെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരെ രാജസ്ഥാനിലെയും തമിഴ്നാട്ടിലെയും CPM-ന്റെ MP-മാർ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ജമാഅത്തെ ഇസ്ലാമി ഓഫീസിൽ പോയി അവർക്ക് നന്ദി പറയുകയും ഒക്കെ ചെയ്തിട്ടും ഞങ്ങളും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ ഒരു ബന്ധവും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല എന്ന് പറയണമെങ്കിൽ അസാമാന്യമായിട്ടുള്ള ചർമ്മബലം വേണം. അതാണ് ഇവിടെ CPM-ന്റെ പ്രതിനിധി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ജനങ്ങൾക്ക് മുന്നിൽ ഇതെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ജനങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന സമയത്ത് അതെല്ലാം നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അത് CPM-ന് മാത്രം കഴിയുന്ന ഒരു ശൈലിയാണ്. അങ്ങനെ ജനങ്ങളുടെ മുന്നിൽ ഈ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മുന്നിൽ പച്ചക്കള്ളം പറയാനുള്ള അസാമാന്യമായിട്ടുള്ള കഴിവ് അത് CPM നേതാക്കന്മാർക്ക് കൊടുത്തിട്ടുള്ള ഒരു പ്രത്യേകതരം കഴിവാണ്. അത് വലിയ ചർമ്മബലം തന്നെയാണ്. ചർമ്മബലത്തിന് ഒളിമ്പിക്സിൽ ഒരു ഇനമുണ്ടായിരുന്നെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി CPM നേതാക്കന്മാർ സ്വർണ്ണം നേടുമായിരുന്നു. അത് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മറ്റൊന്ന് UDF-നകത്ത് തർക്കമുണ്ടോ എന്നാണ് ചോദിച്ചത്. ഇവിടെ ലീഗിന്റെ നേതാക്കന്മാരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ചോദിച്ചോളൂ. അത്തരത്തിൽ ഒരു തർക്കവും UDF-നകത്തില്ല. UDF ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഇവിടെ വെൽഫെയർ പാർട്ടിയുമായിട്ട് ചില തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർ സഹകരിക്കാൻ തയ്യാറായിട്ടുണ്ട്. അവർ പിന്തുണയ്ക്കാൻ തയ്യാറായ സ്ഥലങ്ങളിലൊക്കെ സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ട്. അത് രാജ്യത്ത് നിലവിലിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. രാജ്യത്ത് നിലവിലിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം BJP-യുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ ഒരു ഫാസിസ്റ്റ് സ്വഭാവത്തോടു കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരായിട്ട് രൂപപ്പെടുന്ന എല്ലാ ശക്തികളെയും ഒരുമിപ്പിച്ചുകൊണ്ട് ആ ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടവുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ അഭികാമ്യമായിട്ടുള്ള കർത്തവ്യം. അതാണ് കോൺഗ്രസ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്ന നടപടികളാണ് കേരളത്തിൽ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. CPM BJP-യുമായി ബാന്ധവം ഉണ്ടാക്കിയിരിക്കുന്നു, അവിശുദ്ധമായ ബാന്ധവം ഉണ്ടാക്കിയിരിക്കുന്നു. അങ്ങനെ BJP-യുടെ നറേറ്റീവിന്, BJP-യുടെ ആഖ്യാനത്തിന് പിൻബലമേകുന്ന രീതിയിൽ എന്താണോ BJP പറയാൻ ആഗ്രഹിക്കുന്നത് അത് പത്രസമ്മേളനത്തിൽ ഇന്ന് പിണറായി വിജയൻ പറയുന്നു. വാസ്തവത്തിൽ ഇന്ന് പിണറായി വിജയൻ ആ പത്രസമ്മേളനം അല്ലെങ്കിൽ മുഖാമുഖത്തിൽ വായിച്ചിട്ടുള്ള ആ ആർട്ടിക്കിൾ അല്ലെങ്കിൽ അദ്ദേഹം വായിച്ച പേപ്പർ അത് മാരാർജി ഭവനിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖറിന്റെ ഓഫീസിൽ നിന്ന് അയച്ചു കൊടുത്താണെന്ന് ന്യായമായും സംശയിക്കേണ്ടി വരും. കാരണം BJP പറയാൻ ആഗ്രഹിക്കുന്ന, BJP ജനങ്ങൾക്ക് പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പിന്റെ 2 ദിവസം മുമ്പ് ശ്രമിക്കുമ്പോൾ നമ്മൾ എന്താ സംശയിക്കേണ്ടത്? BJP-ക്ക് വേണ്ടിയുള്ള പണിയെടുക്കുന്നു. ആരൊക്കെ CPM-ഉമായിട്ട് സഹകരിക്കുന്നോ അവരൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ. ആരൊക്കെ CPM-ഉമായിട്ട് സഹകരിക്കാതിരിക്കുന്നോ അവർ മുഴുവൻ വർഗീയവാദികളും തീവ്രവാദികളും. ഇത് ഇവിടുത്തെ നിലപാടാ. ഇതെല്ലാ കാലത്തും CPM മാത്രം ഇതൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന, ഈ വർഗീയതയുടെയും മതനിരപേക്ഷതയും സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേ ഒരു ഏജൻസി അത് CPM ആണോ? അതൊന്നും ഞങ്ങൾ സമ്മതിച്ചു തരാൻ പോകുന്നില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് ഇക്കാര്യം വ്യക്തമായിട്ട് അറിയാം. കേരളം ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഒരു സെക്കൻഡ്, കേരളം ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ, സാധാരണക്കാരായ ജനങ്ങൾ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ള കഴിഞ്ഞ 10 വർഷക്കാലത്തെ പിണറായി വിജയന്റെ ഭരണത്തിനെതിരായിട്ടുള്ള ജനവിധി ജനങ്ങൾ രേഖപ്പെടുത്താൻ പോകുമ്പോൾ അത് ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു പരിശ്രമം നടക്കുകയാണ്. അതിനെതിരായിട്ട് കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനവിധി എഴുതുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശരി, അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ഇപ്പോൾ മുസ്ലിം ലീഗിൽ പ്രധാനപ്പെട്ട നേതാക്കൾ PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്, ഞങ്ങൾക്ക് നേർക്ക് ലീഗിനെതിരെ കൂടി ആരോപണം ഉന്നയിക്കുമ്പോൾ ഞങ്ങൾക്ക് നേർക്ക് ഒരു വിരൽ ഉയർത്തുമ്പോൾ ബാക്കി വിരലുകൾ നിങ്ങളുടെ നേരേക്ക് തന്നെയാണ് വരുന്നത് എന്ന മറുപടിയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ജമാഅത്തെ ഇസ്ലാമി പിന്തുണയെ കുറിച്ച് ലീഗിന് എന്താണ് പറയാനുള്ളത്? സ്മൃതി, ഇപ്പോൾ ഈ നാട്ടിലെ ഏറ്റവും അടിസ്ഥാനപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഇത് ചർച്ച ചെയ്യേണ്ട അവസ്ഥയിലേക്ക് UDF ഒക്കെ ബോധപൂർവം പോകുന്നു എന്ന നിലക്കാണ് പറയുന്നത്. ഞാൻ അതിന് മറുപടി പറയാം. ഈ ചർച്ച ബോധപൂർവം ഉയർത്തിക്കൊണ്ടുവരുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെയാണ്. പിണറായി വിജയൻ കണ്ണടച്ചാൽ പിണറായി വിജയന് മാത്രമേ ഇരുട്ടാവുള്ളൂ. എന്തിനാണ് ഇത് ഉയർത്തിക്കൊണ്ടുവരുന്നത്? ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത, ഈ തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങൾ അതിന്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോഴാണ്
PM ശ്രീ പദ്ധതിയിൽ കേരളത്തെ ഒറ്റുകൊടുത്ത യഥാർത്ഥ ഒറ്റുകാരൻ്റെ പേര് നിഗൂഢമായൊരു ചിരിയോടെ വേട്ടക്കാരൻ തന്നെ ഇന്ത്യൻ പാർലമെന്റിൽ പറഞ്ഞു വെച്ചത്. യഥാർത്ഥ മുന്നേ ആരാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. അതിനു മുൻപുള്ള ഒരു ഒറ്റുകാരൻ യൂദാസ് ആയിരുന്നു. യൂദാസ് 30 വെള്ളിക്കാശിന്, ഇവർ 500 കോടി രൂപയ്ക്ക്. പക്ഷേ യൂദാസ് മാന്യനായിരുന്നു. മൂപ്പർക്ക് ആ പണം വാങ്ങി യേശുവിന് ഒറ്റുകൊടുത്തപ്പോൾ കുറ്റബോധം തോന്നി സ്വയം തൂങ്ങി മരിച്ചു എന്നാണ്. ഇവരൊരു കുറ്റബോധമില്ലാതെ പിന്നെയും പിന്നെയും ഈ നുണകൾ ആവർത്തിച്ച് ഈ ചർച്ചയെ ട്വിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് നമുക്കിപ്പോൾ ഇത് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇവർ ജമാഅത്തെ ഇസ്ലാമി എന്ന് ഒരു വിരൽ ഞങ്ങൾക്ക് നേരെ ചൂണ്ടിയാൽ 4 വിരൽ ഇവർ ഇപ്പോൾ സ്മൃതി 96-ലെ 2016-ലെ ഒക്കെ പിന്നെ പത്രക്കട്ടിങ്ങൾ ഇനി എത്ര വായിച്ച് കേൾപ്പിച്ചാലും ഇവർക്കത് ഓർമ്മ വരാനേ പോകുന്നില്ല. ഇവർക്കിടെ വായിൽ നിന്ന് ഇനി ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് നല്ല വാക്ക് വീഴണമെങ്കിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണയ്ക്കുന്നതിലാണ്. എൻ്റെ ഒരു ഒറ്റ ചോദ്യം, 4 MP-മാരാണ് സ്മൃതി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പാർലമെന്റിൽ 2024 തെരഞ്ഞെടുത്ത് ചുമതലയേറ്റ ലോക്സഭയിൽ CPM-നുള്ളത് 4 MP-മാരാണ്. ഒരാൾ കേരളത്തിൽ നിന്നാണ്, തമിഴ്നാട്ടിൽ നിന്ന് 2 പേർ. എൻ്റെ ചോദ്യം, അവർ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയിട്ടില്ലേ? രാജസ്ഥാനിലെ സിക്കറിൽ നിന്ന് വിജയിച്ച അമ്രാറാൻ, അവിടെ നൂറുദ്ദീൻ മുഹമ്മദ് എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിനെ അവരുടെ ഓഫീസിൽ പോയി കണ്ട് പിന്തുണ അഭ്യർത്ഥിച്ചു. വോട്ട് കിട്ടി, വിജയിച്ചപ്പോൾ ആഹ്ലാദ പ്രകടനത്തിന് അവിടേക്ക് വീണ്ടും പോയി. ഇതിൻ്റെയൊക്കെ ഫോട്ടോയുണ്ട്, ഇതിൻ്റെയൊക്കെ ദൃശ്യങ്ങളുണ്ട്. എൻ്റെ ഒറ്റ ചോദ്യം, ജമാഅത്തെ ഇസ്ലാമി ഇത്ര മോശപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ ഇന്ന് എടുക്കേണ്ട തീരുമാനം, ഞങ്ങൾ അവരുടെ വോട്ട് വാങ്ങി വിജയിച്ച ഞങ്ങളുടെ ആ 3 MP-മാരെ പിൻവലിക്കുന്നു, ഞങ്ങൾക്ക് ഇന്ത്യൻ പാർലമെന്റിൽ ഒരൊറ്റ MP മതി, പറയാൻ ഇവർ തയ്യാറാവുമോ? ഇനി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനുണ്ട് സ്മൃതി. കേരളത്തിനൊപ്പം തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് നടക്കും. തമിഴ്നാട്ടിൻ്റെ ഒരു സാഹചര്യം ഞാൻ ഇപ്പോഴേ പറയാം. അവിടെ DMK, കോൺഗ്രസ്, മുസ്ലിം ലീഗ് ഒക്കെ ഒറ്റ മുന്നണിയായി മഹാസഖ്യമായി പ്രവർത്തിക്കുകയാണ്. അവിടെ 2024 ഈ വെൽഫെയർ പാർട്ടി നമ്മളെ പിന്തുണച്ചേക്കാം. സഖാവ് അരുൺകുമാർ, ഞങ്ങൾ ഇപ്പോഴേ പറയുന്നു, അവിടെ BJP-യെ തോൽപ്പിക്കാൻ DMK ആ മുന്നണിയുടെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിച്ചാൽ ആ മുന്നണിയിൽ അംഗമായ മുസ്ലിം ലീഗ് ആ പിന്തുണ 2026 സ്വീകരിക്കും. നിങ്ങളുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി പോലും ഇപ്പൊ മലയാളിയാണല്ലോ. ഒരു വാചകം ഒന്നും ഇപ്പൊ പറഞ്ഞേ, തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പിൽ ഇവർ വോട്ട് ചെയ്താൽ ഞങ്ങൾ സ്വീകരിക്കില്ല, ഇവർ വർഗീയവാദികളാണെന്ന് ഇപ്പോ പറയാൻ തയ്യാറുണ്ടോ നിങ്ങൾ? ഈ ഇരട്ടത്താപ്പൊന്നും ചെലവാവില്ല. ഇവിടെ എത്രയോ ചിത്രങ്ങളാണ്. പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുള്ള എത്ര കാര്യങ്ങൾ. ഈ ചരിത്രമൊക്കെ 85 വരെ മൂപ്പര് ചരിത്രം പറയൂ. പിന്നെ ഇങ്ങോട്ട് ഞാൻ പറയാൻ ചരിത്രം. 2006 ഇവർ മുന്നണി അടിസ്ഥാനത്തിൽ പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചു. കേരളത്തിൽ 140 മണ്ഡലങ്ങളിലും ജമാഅത്തെ ഇസ്ലാമി, അന്ന് വെൽഫെയർ പാർട്ടി ഇല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ അവർ സ്വീകരിച്ചു. അബ്ദുറഹ്മാന്റെ പേര് സ്മൃതി വായിച്ചല്ലോ. ആരാ അബ്ദുറഹ്മാൻ? ഇവര് അവരുടെ ചാനലിന്റെ, അവരുടെ മീഡിയയുടെ ചുമതലക്കാരനാണ്. അവരുടെ ഏറ്റവും വലിയ സൈദ്ധാന്തികനാണ്. ജമാഅത്തെ ഇസ്ലാമി പ്രചരിപ്പിക്കുന്ന, അവരുടെ ആശയം പ്രചരിപ്പിക്കുന്ന ഒട്ടുമുക്കാൽ പുസ്തകങ്ങളും എഴുതിയിട്ടുള്ളത് ഈ പറയുന്ന അബ്ദുറഹ്മാനാണ്. അടുത്ത നുണ AKG സെന്ററിൽ അല്ല സഖാവേ, ചർച്ച AKG സെന്ററിലല്ല, ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലാണ് പങ്കെടുത്തത്. അന്നത്തെ അമീറും ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഇവരുടെ വേറൊരു ഗ്രന്ഥകർത്താവാണ്. വോട്ട് ചോദിക്കാനാണ് പിണറായി പോയത്. വോട്ട് വാങ്ങിയിട്ടുണ്ട്, പകരം കൊടുത്താണ് നിങ്ങൾ ഈ സ്ഥാനമാനങ്ങൾ. തീർന്നില്ല. 2011 കേരളത്തിലെ 124 മണ്ഡലങ്ങളിൽ നിങ്ങൾ പിന്തുണ സ്വീകരിച്ചു. 2009 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പിന്തുണ സ്വീകരിച്ചു. ഈ കേരളത്തിന്റെ അതിർത്തി അങ്ങോട്ട് വിട്ടാൽ രാജ്യത്തെല്ലായിടത്തും നമ്മൾ സംസാരിക്കുന്ന ഈ നിമിഷവും നിങ്ങൾ അവരുടെ പിന്തുണ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഇവിടെ വന്ന് ഇത് പറയുന്നത് ഒരു നിലക്കും അടിസ്ഥാന വിഷയങ്ങളിലേക്ക് ചർച്ച തിരിഞ്ഞു പോകരുത്. നിങ്ങൾ BJP-യുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പുതിയ കൂട്ടുകച്ചവടം ഉണ്ടല്ലോ, ആ കൂട്ടുകച്ചവടം വെളിവായതിന്റെ ജാള്യതയാണ് ഇന്ന് മുഖ്യമന്ത്രി ജമാഅത്തെ ഇസ്ലാമി തല്ലി തീർക്കുന്നതെങ്കിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്. ഇനി ലീഗിന്റെ നിലപാട് പറഞ്ഞേക്കാം. ഞങ്ങൾ സാദിഖലി തങ്ങൾ മുതൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുതൽ കൃത്യമായി പറഞ്ഞു, വെൽഫെയർ പാർട്ടി UDF-ൽ ഇല്ല. അത് സ്മൃതിക്കും ബോധ്യമാണല്ലോ. പ്രാദേശിക ഈ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ പല ഭാഗത്തും UDF-ന്റെ ഭാഗമായി നിൽക്കുന്നുണ്ടോ? ഇല്ലാന്ന് ഉറപ്പിക്കാമോ? പ്രാദേശികമായ നീക്കുകൾ ഞങ്ങൾ തുറന്ന് സമ്മതിക്കാണല്ലോ. എന്താ പ്രശ്നം? ഞങ്ങൾക്കതിൽ പ്രശ്നമില്ലല്ലോ. പ്രാദേശികമായ നീക്കുപോക്കുകളുണ്ട്. എൻ്റെ ഒരു വാചകം കൂടി കേട്ടോ. ഞാൻ എറണാകുളം ജില്ലക്കാരനാണ് സ്മൃതി. മറ്റന്നാൾ ഞങ്ങൾ വോട്ട് ചെയ്യും. തെക്കൻ കേരളത്തിൽ എല്ലായിടത്തും പ്രചരണത്തിന് പോയ ആളാണ് ഞാൻ. പലയിടത്തും ഈ തെരഞ്ഞെടുപ്പിൽ പോലും പ്രാദേശികമായ CPM ഘടകങ്ങൾ പിന്നെ വെൽഫെയർ പാർട്ടിയോട് വോട്ട് ചോദിച്ചിട്ടുണ്ട്, അവരുടെ വോട്ട് വാങ്ങാനും തീരുമാനിച്ചിട്ടുണ്ട്, അങ്ങോട്ട് വോട്ട് കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ പറയുന്ന സന്ദർഭങ്ങളിലും ലോക്കൽ ബോഡി ഇലക്ഷനിൽ പ്രാദേശികമായി ഇവരുടെ പാർട്ടി ഘടകങ്ങൾ അത്തരത്തിൽ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. നമ്മൾ സംസാരിക്കുന്ന ഈ നിമിഷവും ആ ഡീല് നടക്കുന്നുണ്ട്. ഇന്നും നാളെ കൊണ്ട് അത് മുറുകും. ഇനിയും വാങ്ങും സ്മൃതി. ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ഇവരുടെ ഒരു കാർഡാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് അങ്ങോട്ട് പറഞ്ഞ് പ്രചരിപ്പിച്ചാൽ ഭൂരിപക്ഷ സമുദായമാകെ കൂടെ നിൽക്കും. ഈ ശബരിമലയിലെ സ്വർണം കെട്ടതൊക്കെ ആളുകൾ മറക്കും എന്ന് വിചാരിച്ചിട്ട് പറയുന്ന ഒരു സംഗതിയാണ്. ഇനി ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി ബന്ധം ഒരു മൂടി വെക്കാൻ ശ്രമിക്കുകയാണല്ലോ. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്മൃതിക്ക് ഓർമ്മയില്ലേ, ഞങ്ങൾ RSS-മായി കൂടിയിട്ടുണ്ടല്ലോ. 77 നിന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞു, സഖാവ് ഇങ്ങനെയൊന്നും പറയല്ലേ, നിങ്ങൾ അബദ്ധത്തിലാവുമെന്ന് ചാനൽ അവതാരകം പറയുമ്പോൾ അതിനെന്താ കുഴപ്പം എന്ന് പറഞ്ഞാൽ അതും ഓർത്തെടുക്കും. RSS-ന്റെ വോട്ട് വാങ്ങിയത് ഓർക്കുന്നു, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങുന്നത് മറക്കും.
മറക്കാൻ ശ്രമിക്കുന്നു. കൃത്യമായ സന്ദേശമാണ് CPM പാർട്ടി സെക്രട്ടറിയും കേരള മുഖ്യമന്ത്രിയും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ സന്ദേശം നല്ല വൃത്തിക്ക് നിലമ്പൂരിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും നടക്കുന്ന കേരളത്തിലെ ലോക്കൽ ബോഡി ഇലക്ഷനിലും ആളുകൾക്ക് അത് മനസ്സിലാവും. ആളുകൾ പത്രം വായിക്കുന്നവരാണ്. പിണറായി കണ്ണടച്ചാൽ പിണറായിക്ക് ഇരുട്ടാവും, നാട്ടുകാർക്ക് ഇരുട്ടാവും. ഇപ്പോൾ BJPക്കും CPMനും ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ ഒരേ നിലപാടാണ് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞത്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞത് മുഖവിലക്കെടുക്കേണ്ട കാര്യമില്ല ഈ വിഷയത്തിൽ. പക്ഷേ ആഗോള ഇസ്ലാമിക ഭീകരവാദം അതിൻ്റെ വിത്തുകൾ മൗദൂദിയൻ ആശയത്തിലാണ്. അതിൽ നിന്നാണ് അത് പിറക്കുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കം ഉണ്ടാവില്ല. ചർച്ചയിൽ ആർക്കും തർക്കം ഉണ്ടാവും തോന്നുന്നില്ല. അപ്പോൾ അതിൻ്റെ പ്രസ്ഥാനമായ ജമാഅത്തെ ഇസ്ലാമി അത് ആഗോള ഭീകരവാദത്തിൻ്റെ ഇന്ത്യയിലെ ഏജൻറ്റുകളാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഇന്ത്യയിലെ ഘടകം, അതിൻ്റെ കേരളത്തിലെ ഘടകം എന്ന കാര്യത്തിൽ സംശയമില്ല. അതാര് പറഞ്ഞാൽ അത് സ്വാഗതാർഹമാണ്. ആ അർത്ഥത്തിൽ അതിനെ എടുക്കാം. പിന്നെ അതിനപ്പുറത്തേക്ക് ഇന്ന് നടക്കുന്ന ഈ ചർച്ചകളും ഇപ്പോൾ ഉള്ള ഈ വിവാദങ്ങൾക്കൊക്കെ ഈ ഒരു തെരഞ്ഞെടുപ്പ്, ഈ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ്, അതിൽ വോട്ടുണ്ടാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതിലെ മുഖ്യ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക എന്നുള്ളതാണ് സത്യത്തിൽ എനിക്ക് തോന്നുന്നത് ഈ രണ്ട് മുന്നണികളും ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു മുന്നണിക്ക് ഇപ്പോൾ ഇവിടെ തന്നെ പരാമർശിക്കപ്പെട്ടതുപോലെ ശബരിമലയുമായി ബന്ധപ്പെട്ട അങ്ങേയറ്റം ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റാത്ത സാഹചര്യം ഒരു ഭാഗത്തുണ്ട്. മറ്റൊരു മുന്നണിക്ക് അതിൻ്റെ ഒരു MLA നിമിത്തമുണ്ടായിട്ടുള്ള വലിയ പ്രശ്നങ്ങളുമായിട്ട് ആ മുന്നണിക്കും ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റാത്ത പ്രശ്നമുണ്ട്. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാകുമ്പോൾ ഇത് ഗ്രാസ് റൂട്ട് ലെവലിൽ നടക്കുന്ന ഡിസ്കഷൻസാണ് നമുക്ക് ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക. അത് പൊതുജനങ്ങളിലേക്ക് നല്ലതുപോലെ എത്തിയിട്ടുണ്ട് എന്ന് അതത് മുന്നണികളുടെ നേതൃത്വം മനസ്സിലാക്കിയ സാഹചര്യത്തിൽ അതിൽ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് ഈ വിഷയം കൊണ്ടുവന്നിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പ്രവേശത്തെക്കുറിച്ചൊക്കെ ഇവിടെ ചർച്ച ചെയ്തു. കാരണം ആദ്യം ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമാകേണ്ട എന്ന് തീരുമാനിച്ച ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. തുടർന്നാണ് അതിൻ്റെ ഭാഗമാകാൻ തീരുമാനിക്കുകയും അതിലൂടെ മതരാഷ്ട്രവാദമാണ് അവരുടെ പദ്ധതി. അതിലേക്ക് എത്തിച്ചേരാൻ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അതുകൊണ്ട് ജനകീയമാകണം, ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടണം. അതുപോലെ തന്നെ അതത് നാട്ടിൽ നിൽക്കുന്ന വാല്യൂ സിസ്റ്റത്തിൽ അവിടുത്തെ മൂല്യ സംവിധാനത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസം പിടിച്ചു പറ്റിക്കൊണ്ട് രാഷ്ട്രീയ വിജയം നേടിക്കൊണ്ട് മതരാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ളതാണ് അവരുടെ പദ്ധതി. അതിനുവേണ്ടിയാണ് അവർ ഇന്ത്യയിൽ കൈക്കൊണ്ട ഒരു നിലപാടാണ് ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കുക, വെൽഫെയർ പാർട്ടി എന്നുള്ളത്. ആ വെൽഫെയർ പാർട്ടി രൂപീകരിച്ച സമയത്ത് ആദ്യഘട്ടത്തിലൊക്കെ അതിനല്പം അകറ്റി നിർത്തുന്നൊക്കെ പറഞ്ഞെങ്കിലും തുടർന്ന് രഹസ്യമായിട്ട് ഇരു മുന്നണികളിലെയും പാർട്ടികൾ, ഇവിടെ തന്നെ പലരും പറഞ്ഞല്ലോ പ്രാദേശികമായി ചേർന്നു എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഇരു മുന്നണിയുടെയും പാർട്ടികൾ, വിവിധ പാർട്ടികളും അവരുടെ ഈ പറഞ്ഞതുപോലെ തന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലായാലും നിയമസഭാ തിരഞ്ഞെടുപ്പിലായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലായാലും ഒക്കെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ നേടിക്കൊണ്ടിരുന്നു. അതിന് പകരം എന്തൊക്കെയോ കൊടുക്കുന്നുവെന്നും ഇവിടെ തന്നെ പലരും ചർച്ചയിൽ പറഞ്ഞു. അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ ഏറ്റവും അപകടകരമായ സാഹചര്യം എന്ന് പറയുന്നത് വെൽഫെയർ പാർട്ടി എന്നുള്ള പാർട്ടിയുടെ നയം മതരാഷ്ട്ര സ്ഥാപനമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ആ പാർട്ടിയെ ഒരു മുന്നണിയുടെ ഘടകകക്ഷിയെ പോലെ UDF ഇത്തവണ കണ്ടു എന്നുള്ള അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു എന്നതാണ് ഈ സത്യത്തിൽ ഈ പറഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് കടന്നിരിക്കുകയാണ് എന്നുള്ളതാണ്. അതിന് അടുത്ത തവണ മറ്റേ മുന്നണി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയായിരിക്കും. അങ്ങനെ ഈ പറഞ്ഞ ഇസ്ലാമിക മതരാഷ്ട്രവാദത്തെ ദേശീയ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നുള്ള കർമ്മം ഘട്ടം ഘട്ടമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു ഘട്ടം മാത്രമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. അതിൽ എന്തൊക്കെ സംഭവിക്കുന്നു, എങ്ങനെയൊക്കെ ചെയ്യുന്നു, രാജ്യത്തിലും ഇവിടെ ജമാഅത്തെ ഇസ്ലാമി നടത്തിയ ഭീകരവാദ പ്രവർത്തനങ്ങൾ എന്താണ് എന്നൊന്ന് അങ്ങ് വിശദീകരിച്ചാൽ കൊള്ളാം. ഇനി അങ്ങ് പറയുന്നത് പോലെ ആശങ്കപ്പെടേണ്ട, ഭയപ്പെടേണ്ട ഒരു സംവിധാനമാണെങ്കിൽ അത് നിരോധിക്കാമല്ലോ. നിരോധിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഒരു പ്രത്യേക ഘട്ടത്തിൽ, നമുക്കറിയാവുന്നതാണ്. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം അപ്പോൾ RSSനെയും നിരോധിച്ചിരുന്നു. അല്ല, ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ കുറിച്ചാണോ നമ്മുടെ ചർച്ച? അല്ല, ഭീകരവാദ പ്രവർത്തനം എന്ന ഭയമാണല്ലോ. ആ ഭയത്തിൽ നിന്നാണല്ലോ ഈ പറയുന്നത്. ആ ഭയത്തിന് അടിസ്ഥാനമായ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വെറുതെ ഭീകരവാദം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, ഞാൻ പറയുന്നത് ശ്രുതി ഞാൻ പറയുന്നത് നമ്മുടെ ഈ ചർച്ച ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പാണല്ലോ. അതിൽ നമ്മുടെ വിഷയം എന്താണ്? ഈ വെൽഫെയർ പാർട്ടിയുടെ ഇടപെടലാണല്ലോ. അതിന് നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചല്ല, നമ്മൾ വെൽഫെയർ പാർട്ടിയെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. മുഖ്യമന്ത്രി കഴിഞ്ഞ 3 ദിവസമായി മുഖ്യമന്ത്രി മുഖാമുഖത്തിൽ പറഞ്ഞ ആശങ്കയെക്കുറിച്ചാണ് എന്റെ ചർച്ച. ആ ആശങ്കയിൽ താങ്കളുടെ ആശങ്കയും ചേർന്ന് പോകുന്നുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്.
ശരി, അത് ഞാൻ തുടക്കത്തിൽ അത് പറഞ്ഞു വെച്ചു. അല്ല, അങ്ങനെ കാരണം ഞാൻ ആഗോള ചോദിക്കുന്നത് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ അതെ, തുടക്കം അങ്ങനെ മൗദൂദി മൗദൂദിസത്തിൽ നിന്നാണ് എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ആ ആശയങ്ങൾ മൗദൂദിസം ആകൃഷ്ടരായി ഏറ്റവും പല ശക്തമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരു ഉണ്ടാകാം. സംസ്ഥാനമാണ് അതിൽ കേരളം. തീവ്ര സംഘടനകൾ ഉണ്ടാകാം, ഭീകരവാദം നടത്തുന്നവരുണ്ടാകാം. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട നിലവിൽ നമ്മുടെ മുന്നിൽ അത്തരം തെളിവുകൾ ഉണ്ടോ എന്നാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. ഈ ISIS പോലുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങൾ ആഗോളതലത്തിൽ ശക്തി പ്രാപിക്കുന്നത് ഏത് ആശയത്തിൽ അല്ല, അതാ ഞാൻ ചോദിച്ചത്. അങ്ങനെ പല സംവിധാനങ്ങളുമുണ്ട്, പല സംഘടനകളുമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്ക് അങ്ങനെ ഒരു പ്രവർത്തന രീതി ഉണ്ടെങ്കിൽ ഇവിടെ നിരോധിക്കപ്പെടണമല്ലോ. ഇപ്പോൾ അങ്ങനെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് തെളിവുകൾ എന്തെങ്കിലും അങ്ങേക്ക് മുന്നോട്ട് വെക്കാനുണ്ടോ എന്നതായിരുന്നു അങ്ങയോടുള്ള വിനീതമായ ചോദ്യം. ഞാൻ ശ്രീ എൻ പി ചക്കുട്ടിയിലേക്ക് പോകുന്നു. ശ്രീ എൻ പി ചക്കുട്ടി, അത് സ്മൃതി തന്നെ പറഞ്ഞല്ലോ. ഇല്ല, എനിക്കറിയില്ല, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഒരു ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി നിരോധിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. അതെ, ഇപ്പോ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ RSS നിരോധിച്ചപ്പോൾ അതിനുശേഷമാണ് നിരോധിക്കപ്പെട്ടത്. അല്ല, RSS നിരോധിക്കപ്പെട്ടതിന് ശേഷമാണ് നിരോധിക്കപ്പെട്ടത്. സ്മൃതി, ഒരൊറ്റ ചോദ്യം. ആ വിഷയത്തിലേക്ക് കടക്കാണോ ഇനിയിപ്പോ? ചോദിക്കൂ, ആരോടാണ്? ആ വിഷയത്തിലേക്ക് കടക്കാണോ? നമ്മളൊരു വരയൊന്നും വരയ്ക്കുന്നില്ല. ഒരു മിനിറ്റ്. എനിക്ക് ശ്രീ എൻ പി ചക്കുട്ടിയിലേക്ക് പോകണം. ഞാൻ പറയുന്നു, എന്നോട് ചോദിച്ച മറുപടി നൽകാൻ എനിക്ക് അവസരം തന്നിട്ടില്ല. അങ്ങ് പറഞ്ഞതല്ലേ? ആ ചോദ്യത്തിന് മറുപടി നൽകാൻ അവസരം തന്നിട്ടില്ല. അതിൽ തട്ടി മറ്റു വിഷയങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്ത് വിഷയമാണ്? അങ്ങ് പറഞ്ഞ മറുപടിയിൽ നിന്നാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. അങ്ങ് പറഞ്ഞ മറുപടിയിൽ നിന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, അത് അടുത്തടുത്ത ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. വിഷയത്തിൽ നിന്ന് വല്ലാതെ അകലുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇല്ല, അത് പറയാൻ പറ്റില്ല. ഞാൻ തുടങ്ങിയ താങ്കളുടെ ഞാൻ തുടങ്ങിയത് താങ്കളുടെ ചോദ്യത്തിൽ നിന്നാണ്. അതിൽ നിന്നുള്ള പരാമർശങ്ങളിലേക്കേ പോയിട്ടുള്ളൂ. ഔട്ട് ഓഫ് സിലബസിലേക്ക് ഞാൻ പോയിട്ടില്ല. സാന്ദർഭികമായ പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ അതിൽ നിന്ന് വിഷയത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ആ വിഷയത്തിൽ മാറ്റുന്നതിന് വേണ്ടി ഉണ്ടാകുന്ന രാഷ്ട്രീയ തന്ത്രത്തിലേക്ക് ആ തന്ത്രത്തിന് വീട് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഒരു മിനിറ്റ്, ഞാൻ എൻ പി ചക്കുട്ടിയുടെ അവസരത്തിലേക്ക് പോട്ടെ പ്ലീസ്. അതുകൊണ്ടാണ് ഈ വിഷയമാണെങ്കിൽ, നമ്മളോട് പറഞ്ഞ വിഷയമാണെങ്കിൽ ആ വിഷയത്തിലേക്ക് തിരിച്ചു വരാൻ അവസരം വേണ്ടത്. ഇതൊക്കെ അങ്ങ് പറഞ്ഞ കാര്യത്തിലാണ് ഞാൻ അങ്ങോട്ട് വീണ്ടും ചോദിച്ചത്. പോട്ടെ, ശ്രീ എൻ പി ചക്കുട്ടി, എന്തിനായിരിക്കാം ഈ 3 മുഖാമുഖങ്ങളിലും മുഖ്യമന്ത്രി ഞാൻ എൻ പി ചക്കുട്ടിയോട് ചോദിക്കട്ടെ പ്ലീസ്, സമയം തരൂ. ശ്രീ എൻ പി ചക്കുട്ടി, എന്തിനായിരിക്കാം ഈ മുഖാമുഖങ്ങളിൽ അവസാന ഘട്ടത്തിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട നീണ്ട ഖണ്ഡികൾ വായിക്കുന്നത്? നമുക്ക് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഈ പ്രത്യേക പ്രതിഭാസം കാണാൻ തുടങ്ങിയത്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെയും ഈ വാദം ഉയർത്തുന്നു. എന്തോ ഒരു വലിയ ഭീഷണി കേരളത്തെ വന്ന് മൂടാൻ പോകുന്നു, എന്തോ വലിയൊരു ആപത്ത് സംഭവിക്കാൻ പോകുന്നു എന്ന രൂപത്തിൽ പറയുകയാണ്. അതിനിടയ്ക്കാണ് വെള്ളാപ്പള്ളിയുടെ വർഗീയ പ്രസംഗങ്ങൾ ഇവിടെ നടന്നിട്ടുള്ളത്. ആ വെള്ളാപ്പള്ളിക്ക് പട്ടും വളയും കൊടുക്കുന്ന ചിത്രവും നമ്മൾ കണ്ടതാണ്. സ്വന്തം ഔദ്യോഗിക വാഹനത്തിൽ കൊണ്ടുപോയി ആഗോള അയ്യപ്പ സംഗമത്തിൽ ഇരുത്തുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഭീകരവാദം, അതൊരു ഭീകരവാദം തന്നെയാണല്ലോ, ഒരു തരത്തിൽ ഒരു വർഗീയവാദം. ആ വർഗീയവാദത്തിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകുക. ഇത് മുസ്ലിം ന്യൂനപക്ഷത്തിൽ ഒരു വിഭാഗം, അത് 2 തരത്തിലാണ്. കഴിഞ്ഞ ആദ്യത്തെ മുഖാമുഖത്തിൽ പറയുന്നുണ്ട്, മുസ്ലിം ന്യൂനപക്ഷത്തിൽ ജമാഅത്തെ ഇസ്ലാമി തുലോം ചെറിയ വിഭാഗമാണ്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഒട്ടും യോജിപ്പില്ലാത്തൊരു വിഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുന്നവരെ മറ്റ് മുസ്ലിം ന്യൂനപക്ഷവും പിന്തള്ളുമെന്ന്. അപ്പോൾ 2 തരത്തിൽ അത് പ്രവർത്തിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു. അത് എത്രത്തോളം വിജയിക്കും ശ്രീ എൻ പി ചക്കുട്ടി? അല്ല, അത് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ സമീപനങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റത്തെ കേരളീയ സമൂഹത്തിനുള്ളിൽ എക്സ്പോസ് ചെയ്യും. കാരണം അദ്ദേഹത്തിൻ്റെ പൊതുവിലുള്ള ദീർഘകാലത്തെ രാഷ്ട്രീയ പാരമ്പര്യം നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു മതേതര പാരമ്പര്യം അദ്ദേഹം പുലർത്തിയിരുന്ന ഒരാളാണ്. കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി ന്യൂനപക്ഷങ്ങളോട് അടുത്ത ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം. ആ തരത്തിലുള്ളൊരു പാരമ്പര്യമുള്ള ആൾ ഇപ്പോൾ വളരെ വ്യത്യസ്തമായിട്ട് തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു വക്താവോ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രചാരകനോ ആയിട്ട് മാറുന്ന വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇത് പിണറായി വിജയൻ താൽക്കാലികമായ നേട്ടങ്ങൾ കൊണ്ട് അദ്ദേഹം എന്തെങ്കിലും നേട്ടം കിട്ടും എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് തൻ്റെ ദീർഘകാല രാഷ്ട്രീയ പാരമ്പര്യങ്ങളെ അദ്ദേഹം തന്നെ ഇല്ലായ്മ ചെയ്യുന്നതെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയെ വെച്ചുകൊണ്ടുള്ള ഹിന്ദു ഏകീകരണം അല്ലെങ്കിൽ ഭൂരിപക്ഷ സമുദായ വോട്ടുകൾ പിടിക്കാനുള്ള ശ്രമം വിജയിക്കാൻ പോകില്ല. കാരണം ഹിന്ദു സമുദായത്തിനകത്ത് അല്ലെങ്കിൽ ഭൂരിപക്ഷ സമുദായത്തിനകത്ത് പിണറായി വിജയനേക്കാൾ കൃത്യമായ രാഷ്ട്രീയ ബോധ്യമുള്ള രാഷ്ട്രീയമായ പരിചയമുള്ള ധാരാളം ആളുകളുണ്ട്. അതുകൊണ്ട് ഒരു മുസ്ലിം വിരുദ്ധതയുടെ രാഷ്ട്രീയം, ഇസ്ലാമോഫോബിയയുടെ രാഷ്ട്രീയം പ്രയോഗിച്ചുകൊണ്ട് കേരളത്തിലെ സമൂഹത്തെ വിഭജിക്കാനുള്ള നീക്കം അത് മുഖ്യമന്ത്രിയുടെ പദവിയിലിരുന്ന ഒരാൾ നടത്തുകയാണെങ്കിൽ അതിനേക്കാൾ നിന്ദ്യമായ ഒരു കാര്യം നമ്മുടെ സമൂഹത്തെ ആർക്കും ചെയ്യാനില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഇത് വിജയകരമായിട്ടുള്ളൊരു അജണ്ടയായിട്ട് കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിക്കുമ്പോൾ 2019 മുമ്പുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ എന്തായിരുന്നു? 2019 ശേഷമാണ് ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ അവരുടെ കക്ഷികളും UDF അനുകൂലമായ നിലപാടിലേക്ക് വന്നത്. അതിന് കാരണം അവർ വിശദീകരിച്ചിട്ടുണ്ട്. അത് പിണറായി വിജയൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം നരേന്ദ്രമോദി പ്രതിനിധാനം ചെയ്യുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തെ എതിർക്കാൻ, അതിനെ ചെറുക്കാൻ ഇന്ത്യയിലെ മതേതര ശക്തികളുമായിട്ട് പിന്തുണ നൽകണം, അവരോട് കൂട്ടുകൂടണം എന്നൊരു നിലപാടിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയൊക്കെ വന്നു. അതിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് അവർ UPA അനുകൂലമായ നിലപാടെടുക്കുന്നത്. കേരളത്തിൽ UDF അനുകൂലമായ നിലപാട്. കാരണം UDF ആണ് കേരളത്തിലെങ്കിലും CPM-നേക്കാൾ കൂടുതൽ സുതാര്യതയുള്ള വ്യക്തതയുള്ള ഒരു രാഷ്ട്രീയ നിലപാട് എടുക്കുന്നത് സംഘപരിവാരത്തിനെതിരായിട്ട്, ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായിട്ട് എന്നവർക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് 2019 മുതൽ ആ നിലപാട് അവരെടുക്കുന്നത്. അത് പിണറായി വിജയൻ എന്ത് ചെയ്യണം? പിണറായി വിജയൻ ശക്തമായ സ്വന്തം മതേതര നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചിരുന്നത് മുമ്പ് കിട്ടിയ അതേ തരത്തിലുള്ള പിന്തുണയും വോട്ടും അവർക്ക് കിട്ടുമായിരുന്നല്ലോ. അദ്ദേഹം കളഞ്ഞു കുളിച്ചു, ഹിന്ദുത്വ വോട്ടുകൾ നേടാൻ ശ്രമിക്കുന്നു. എന്നാൽ ഒരു കാര്യം പറയാം, വെള്ളാപ്പള്ളി നടേശനെ മുന്നിൽ നിർത്തിയതുകൊണ്ട് ഈ ഭൂരിപക്ഷ സമുദായ വോട്ടുകൾ ഏകീകരിക്കാനുള്ള ശ്രമം കേരളത്തിൽ വിജയിക്കാൻ പോലുള്ള അത്രയേറെ പരിഹാസ്യരായിട്ടുള്ള കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രീയം കളിക്കുന്നത്. ദീർഘമായ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് തന്നെ ആപത്താവുന്ന, ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വലിയ 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 ഒരു ഉത്സാഹം നൽകുന്ന ഒരു രാഷ്ട്രീയ സമീപനമാണ് ഇന്നിപ്പോൾ പിണറായി വിജയൻ സ്വീകരിക്കുന്നത്. അത് വളരെ ഖേദകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിൽ MV ഗോവിന്ദൻ പ്രസംഗിച്ച അടക്കമുള്ള ചിത്രങ്ങൾ ഇങ്ങോട്ട് പുറത്തു വരുന്നുണ്ട്. ആ തരത്തിൽ സഹകരണം ഉണ്ടായിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിക്കാഴ്ചകൾക്കായി പോയിട്ടുണ്ട്. അത് ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള കൂടിക്കാഴ്ചകളായിരുന്നു എന്നാണ് അന്നത്തെ അമീർ, അതായത് അന്ന് പിണറായി വിജയനെ അങ്ങോട്ട് പോയി കണ്ട് അമീർ പറയുന്നത്. അത് AK സെൻട്രലിൽ ചില കൂടിക്കാഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. കോടിയേരി ഹിറ സെൻട്രലിൽ പോയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അന്നത്തെ വാർത്താ തലക്കെട്ടുകളായിരുന്നു. അന്ന് ദേശാഭിമാനിയിൽ തന്നെ വന്നിട്ടുള്ള വാർത്തകളാണ്. അന്നൊന്നും തന്നെ ഈ ഒരു അപകടം, മതരാഷ്ട്രവാദം, മൗദൂദി ആശയം, ഇതൊന്നും തന്നെ അന്നില്ലാത്തതും ഇന്നുള്ളതുമായി എങ്ങനെയാണ് മാറുന്നത്? ഇത് വലിയ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമല്ലല്ലോ. 2000, 2011, 2009 ഈ കാലങ്ങളിലൊക്കെ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. അല്ല, ഇതൊക്കെ വിശദീകരിക്കേണ്ടത് അവരാണ്. യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം എന്ന് മുതലാണ് ഇതൊക്കെ ഇവർക്ക് ബോധ്യപ്പെട്ടത്. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദത്തിൻ്റെ മൗലാന മൗദൂദിയുടെ ആശയങ്ങളാണ് ഈ പറയുന്ന മതരാഷ്ട്രവാദം എന്നുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിനുശേഷം 75-77 അടിയന്തരാവസ്ഥയുടെ അനുഭവത്തിന് ശേഷം പിന്നീട് 1999 വാജ്പേയി സർക്കാർ വന്നതിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഒരു രാഷ്ട്രീയ പരിസരം, ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ വളരെ അടുത്ത ബന്ധങ്ങൾ സ്ഥാപിക്കാൻ തുടങ്ങിയത് ഈ 99 കാലത്താണ്. അപ്പോൾ അതിനുശേഷം വളരെ വ്യാപകമായിട്ട് ഒരു വലതുപക്ഷവൽക്കരണം ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനിൽ വന്നിട്ടുണ്ട്, ഇന്ത്യൻ സൊസൈറ്റിയിൽ വന്നിട്ടുണ്ട്, ഇന്ത്യയുടെ വിദ്യാഭ്യാസ രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള PM ശ്രീയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അതാണ്. പണമല്ല പ്രശ്നം. PM ശ്രീ ഉന്നയിക്കുന്ന ഒരു വിദ്യാഭ്യാസ നിലപാടുണ്ട്. ആ നിലപാട് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചുള്ള അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നതാണ്. ഇത്തരം കാര്യങ്ങളിലുള്ള ഒരു ദീർഘമായിട്ടുള്ള നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയൊക്കെ നിലപാടെടുക്കുന്നത്. ആ നിലപാടുകൾ തത്വാധിഷ്ഠിതമായൊരു നിലപാടാണ്. ഇടതുപക്ഷം നേരത്തെ എടുത്തിരുന്ന നിലപാടുകളോട് അതുകൊണ്ടാണ് അവർ യോജിച്ചിരുന്നത്. യഥാർത്ഥ 2019 മുമ്പ് ഇവർ തമ്മിൽ ബന്ധമുണ്ട്, അങ്ങോട്ട് പോയിട്ടുണ്ട്, ഇങ്ങോട്ട് പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, വോട്ട് ചോദിച്ചിട്ടുണ്ട്, വോട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ഒരു അത്ഭുതമേ അല്ല. ഞാൻ 10-30 കൊല്ലമായിട്ട് മലബാറിൽ പത്രപ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണ്. ഈ ബന്ധങ്ങളൊക്കെ എനിക്ക് വളരെ നന്നായിട്ട്
എനിക്കറിയാം, ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അതിനേക്കാൾ അപ്പുറം യഥാർത്ഥത്തിൽ ഇന്നത്തെ പ്രശ്നം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു ഓലപ്പാമ്പിനെ മുന്നോട്ട് വെച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ ഒരു വലിയൊരു ഭീകര സത്വമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ഇന്ത്യയിലെ ഏറ്റവും ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളെ എന്താ പറയുക പുതപ്പിച്ച് കിടത്താൻ, അവരെ കുളിപ്പിച്ച് കിടത്താൻ, അവരെ നന്നാക്കിയെടുക്കാനുള്ള ഒരു ശ്രമം പിണറായി നടത്തുന്നുണ്ട്. അതൊരിക്കലും ഗുണം ചെയ്യില്ല. കാരണം സംഘപരിവാരത്തിൻ്റെ രാഷ്ട്രീയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ആപൽക്കലമായ ഒരു രാഷ്ട്രീയ അജണ്ടയാണ്. ആ അജണ്ടയെ ശക്തിയുക്തം ചെറുക്കുന്നതിന് പകരം അതിനെ കെട്ടിപ്പുലുകുന്ന ഈ സമീപനം പിണറായി ഉപേക്ഷിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്യേണ്ടത്. ശരി, എല്ലാ തവണയും ഞങ്ങൾക്കെതിരെ ഇത്രത്തോളം പറയാൻ മാത്രം വലിപ്പം ഞങ്ങൾക്കുണ്ടോ എന്ന് പോലും ജമാഅത്തെ അമീർ ചോദിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമാകുന്ന അല്ലെങ്കിൽ സർക്കാരിൻ്റെ നല്ല പ്രവർത്തനങ്ങൾ, നല്ല രീതിയിൽ വികസനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നിരിക്കെ എന്തിനാണ് പിന്നെ ഇത്തരമൊരു വിഷയം എല്ലാ മുഖാമുഖത്തിനും എടുത്തിടുന്നത്? തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ മാത്രമല്ലല്ലോ, ഇതിനു മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളും ഈ വിഷയം ആവർത്തിച്ചുന്നയിക്കുന്നതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ്? ഈ വിഷയം ആവർത്തിച്ചുന്നയിക്കുന്നത് അത്ര ഗൗരവമായിട്ടുള്ള വിഷയമാണെന്നും മതരാഷ്ട്ര നിർമ്മാണം ഭൂരിപക്ഷത്തിന്റെ പേരിൽ നടത്തിയാലും ന്യൂനപക്ഷത്തിന്റെ പേരിൽ നടത്തിയാലും അത് രാജ്യത്തിന് അത്യാപത്താണ് എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ആവർത്തിക്കുന്നത്. ഇപ്പം ലീഗിന്റെ പ്രതിനിധി പറഞ്ഞല്ലോ, പ്രാദേശികമായ നീക്കുപോക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുണ്ട്, വെൽഫെയർ പാർട്ടിയായിട്ടുണ്ട് എന്ന് സമ്മതിച്ചു. എല്ലാവരും അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. 10 വർഷം മുമ്പ് 2014 ഇതേ UDFന്റെ ഗവൺമെന്റ്, കേരളത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി, സാക്ഷാൽ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ 2014 ജനുവരി മാസം 28-നാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പൊതുതാൽപര്യ ഹർജി വന്നു. ആ ഹർജിയിൽ ഇവർ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ ഒരു നിയമവിരുദ്ധ പ്രസ്ഥാനമാണ്, അതോടൊപ്പം തന്നെ രാജ്യത്തെ നിയമവ്യവസ്ഥയെ അംഗീകരിക്കാത്ത മത തീവ്രവാദ സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് ഇതേ കോൺഗ്രസ്, ഇതേ ലീഗ് ഉൾപ്പെടുന്ന മന്ത്രിസഭ 10 വർഷം മുമ്പ് അഫിഡവിറ്റ് കൊടുത്തു. ആ അഫിഡവിറ്റിൽ നിന്ന് പിന്നോക്കം വന്ന് 5 വർഷം കഴിഞ്ഞ് 2019 മുതൽ ജമാഅത്തെ ഇസ്ലാമിയുമായി പൂർണ്ണമായി സഹകരിക്കാൻ എന്താണ് ഇവർക്ക് കാരണമായി മാറിയത്? ഇവരുടെ കണ്ണിൽ എന്തു മാറ്റമാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് വന്നത്? അതോടൊപ്പം തന്നെ ഏത് നിലയ്ക്കാണ് അവർ നവീകരിക്കപ്പെട്ടത് എന്ന് പറയേണ്ടത് കോൺഗ്രസ് ആണ്, ലീഗാണ്. 1957 ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്നും അതുപോലെ അവരുടെ പബ്ലിഷിംഗ് വിഭാഗം, അതായത് ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് IPH പ്രസിദ്ധീകരിച്ച 14 പുസ്തകങ്ങൾ നിരോധിക്കാനുള്ള നടപടികൾ UDF ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നു എന്ന അഫിഡവിറ്റ് കൊടുത്ത പാർട്ടി മുന്നണി, ആ മുന്നണി 2 കൈയും നീട്ടി ജമാഅത്തെ ഇസ്ലാമിയെയും വെൽഫെയർ പാർട്ടിയെയുമായി പ്രാദേശിക നീക്കുപോക്കെന്ന് പറഞ്ഞാൽ മുന്നണിയുടെ ഭാഗം തന്നെയാണ്. മുന്നണിയുടെ ഭാഗമായി ഇന്ന സീറ്റ് നിങ്ങൾക്ക്, ഇന്ന സീറ്റ് ഞങ്ങൾക്ക്, ഞങ്ങൾ മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങളുടെ വോട്ട് വേണം, നിങ്ങൾ മത്സരിക്കുന്ന സ്ഥലത്ത് ഞങ്ങളുടെ വോട്ട് തരും, ഇതല്ലേ പ്രാദേശിക നീക്കുപോക്ക്? അത്തരത്തിലൊരു നീക്കുപോക്കിലേക്ക് എത്തിയത് എന്ത് മാറ്റമാണ് അവർക്കുണ്ടായത്? ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമി മാറ്റം പറഞ്ഞിട്ടില്ല. മതരാഷ്ട്ര നിർമ്മിതിയിൽ നിന്ന് ഞങ്ങൾ പുറകോട്ട് പോയി എന്ന് അവർ പറഞ്ഞിട്ടില്ല. VD സതീശൻ പറയുന്നു അവർ മതരാഷ്ട്ര നിർമ്മിതിയിൽ നിന്നും പിറകോട്ട് പോയി. അങ്ങനെ പറയാനുണ്ടായിട്ട സാഹചര്യം എന്താണ്? ഇതാണ് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത്. ഇത് ഗൗരവമായിട്ടുള്ള വിഷയമാണ്. മതത്തിന്റെ പേരിൽ രാജ്യം നിർമ്മിക്കാൻ ആര് ശ്രമിച്ചാലും അത് ഗൗരവമാണ്. ഒരു ഭാഗത്ത് RSS ചെയ്യുന്നു, അതിനെയും ഞങ്ങൾ നിശ്ചിതമായി വിമർശിക്കുന്നു. ഒരു ഭാഗത്ത് ഇവിടെ ജമാഅത്തെ ഇസ്ലാമി അടക്കം ന്യൂനപക്ഷ വർഗീയത ചെയ്യുന്നു, കോൺഗ്രസിന്റെ പിന്തുണയോടെ ചെയ്യുന്നു. അത് ഞങ്ങൾ ചർച്ച ചെയ്യുന്നു, ഞങ്ങൾ ജനങ്ങളുടെ പരിശോധനയ്ക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ മാത്രമാണ് ഉന്നയിക്കുന്നത്. ഒന്ന്, അടിസ്ഥാന വികസന രംഗത്ത് നടത്തിയ വളരെ വിപ്ലവകരമായ മാറ്റം, ഇടപെടൽ, റോഡ്, അതുപോലെ തന്നെ ദേശീയപാതകൾ, ബൈപ്പാസുകൾ, തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, അതുപോലെ തന്നെ മെട്രോയുടെ എക്സ്റ്റൻഷൻ, പശ്ചാത്തല സൗകര്യ രംഗത്ത് വന്ന മാറ്റം. 2, സാമൂഹ്യക്ഷേമ രംഗത്ത് നടത്തിയ ഇടപെടലുകൾ. ഒരു മനുഷ്യൻ എന്ന രൂപത്തിൽ ഓരോ ജനങ്ങളിലേക്കുള്ള ശ്രദ്ധ, കരുതൽ. ആകെ ജനസംഖ്യ 3.5 കോടി, 18 വയസ്സിന് മുകളിലുള്ളത് 2.25 കോടി. ആ 2.25 കോടിയിൽ 1,05,00,000 പേർക്ക് ഗവൺമെന്റിന്റെ കരുതൽ, ശ്രദ്ധ, പെൻഷൻ, അതുപോലെ തന്നെ സ്റ്റൈഫൻഡ് കിട്ടുന്ന തരത്തിലേക്ക് മാറി. അങ്ങനെ സാമൂഹ്യ സുരക്ഷാ രംഗത്തും വലിയ മാറ്റം. മറ്റത് വൻകിട വികസന പ്രവർത്തനങ്ങൾ. വികസിത രാജ്യങ്ങളിൽ കിട്ടുന്ന സൗകര്യങ്ങൾ എന്താണോ അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ അജണ്ട വയ്ക്കുന്നു, പ്രകടന പത്രികയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുന്നു. ആദ്യം ഞങ്ങൾ 600 കാര്യങ്ങൾ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തി, 580 പൂർത്തീകരിച്ചു. ഇപ്പൊ 900 കാര്യങ്ങൾ പ്രകടന പത്രികയിൽ 2021 കൊടുത്തു. അതിൽ 739 എണ്ണം പൂർത്തീകരിച്ചു, ബാക്കി അണ്ടർ പ്രോസസ്സിൽ. ഇത് 9 പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി. അതുകൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ രാഷ്ട്രീയം തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത്. ആ രാഷ്ട്രീയ വിഷയങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. അത് വികസനത്തിന്റെ രാഷ്ട്രീയമാണ്, സാമൂഹ്യ സുരക്ഷയുടെ രാഷ്ട്രീയമാണ്, അടിസ്ഥാന പശ്ചാത്തല വികസന രംഗത്ത് വന്ന മാറ്റത്തിന്റെ രാഷ്ട്രീയമാണ്. ഇതിനിടയിൽ
അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ മുൻപ് പിന്തുണ സ്വീകരിച്ചിരുന്നവർ അല്ല ഇത്രയൊക്കെ നിങ്ങൾക്ക് വികസനവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളപ്പോൾ, ഇത്രയധികം പ്രോഗ്രസ് കാർഡുമായി മുന്നോട്ട് വരാനുള്ളപ്പോൾ എന്തിനാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന ഞങ്ങൾ തുലവും തുച്ഛമായ ഞങ്ങളെ ഇതിൽ തുറപ്പുചീട്ടായി എടുക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് അത്രയും വലുപ്പമുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. നിങ്ങൾ അവരെ അങ്ങ് വലുതാക്കി വലിയ ഭീകര രൂപമാക്കി വളർത്തുകയാണ്. ആ നിലയ്ക്ക് മുഖാമുഖത്തിന്റെ ഭൂരിഭാഗം സമയം അതിനായി നീക്കിവെക്കുകയാണ്. അതിന്റെ ലക്ഷ്യമാണ് മനസ്സിലാക്കാനാവാത്തത്. നിങ്ങളെ പിന്തുണയ്ക്കുന്ന സമയത്ത് അവർക്ക് കുഴപ്പമില്ല, അതിപ്പോൾ UDF-നെ പിന്തുണയ്ക്കുന്ന സമയത്ത് കുഴപ്പം എന്ന രൂപത്തിൽ അതിനെ എങ്ങനെയാണ് കാണാനാവുക? നിങ്ങളെ പിന്തുണച്ചിരുന്ന കാലവും നിങ്ങൾ നടത്തിയ കൂടിക്കാഴ്ചകളും ആരൊക്കെയാണ് സംസാരിച്ചതെന്നും പിണറായി വിജയൻ മുമ്പ് പറഞ്ഞ വാചകങ്ങളും ഞാൻ നേരത്തെ വായിച്ചു, അങ്ങ് അതിന് മറുപടി നൽകിയില്ല. അതോടൊപ്പം തന്നെ ഈ പാലോളി കമ്മിറ്റിയിൽ, അതോടൊപ്പം തന്നെ വഖഫ് ബോർഡിലൊക്കെ അവരുടെ പ്രാതിനിധ്യം, അവർക്ക് പ്രാതിനിധ്യം കൊടുത്ത് അവർ ചോദിക്കാതെ തന്നെ കൊടുത്തു എന്നൊക്കെയാണ് അന്നത്തെ ആമിർ പറയുന്നത്. അല്ല, ഇവിടെ ചോദിച്ചല്ലോ ഞങ്ങൾക്ക് ഇത്ര വലിപ്പമില്ല. അപ്പൊ നല്ല പാൽപ്പായസം ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ ഒരു തുള്ളി വിഷം ചാടിയാൽ പോരെ? ഒരു തുള്ളി വിഷം, അത് കഴിക്കുന്ന എല്ലാവരും മരണപ്പെടുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്ര വലിപ്പമില്ല എന്ന് പറഞ്ഞാലും ഈ മത സാഹോദര്യത്തിൽ അധിഷ്ഠിതമായ ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തെ മതവൈരത്തിന്റെ കലാപത്തിയിൽ ചുട്ടരിക്കാൻ ആര് ശ്രമിച്ചാലും അത് ഈ രാജ്യത്തിന് ആപത്താണ്. അത് മതത്തിന്റെ പേരിൽ വിഭജനമുണ്ടാക്കാനും വിഘടനമുണ്ടാക്കാനും ഭരണഘടനയെ അസ്ഥിരപ്പെടുത്താനും ഈ രാജ്യത്തിന്റെ ഭരണഘടന അംഗീകരിക്കില്ലെന്ന് ആര് പറഞ്ഞാലും അത് ഈ രാജ്യത്തിന് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ പറയുന്ന ഒരാളുടെ പേര് പറയൂ, അങ്ങനെ പറഞ്ഞ ഒരാളുടെ പേരൊന്നും പറയൂ, നമുക്ക് കേൾക്കാലോ. നമ്മുടെ മുന്നിൽ ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ നല്ല വർഗീയ പ്രസംഗങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അങ്ങയുടെ ഈ ഘോരമായ പ്രതികരണം അപ്പോഴൊന്നും കണ്ടില്ല. അങ്ങ് സമയം കിട്ടുമ്പോ ഈ ഇസ്ലാമിക് പബ്ലിക്കേഷൻസ് ഹൗസ് പ്രസിദ്ധീകരിച്ച 14 പുസ്തകമുണ്ട്. 14 ഒന്നും വായിക്കണ്ട, അതിൽ ഒരു പുസ്തകം വായിച്ചാൽ മതി. 1957 ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന ഞാൻ അങ്ങേക്ക് അയച്ചു തരാം. ആ ഭരണഘടനയുടെ 4 പേജ് വായിച്ചാൽ മതി. ഭരണഘടന അവിടെ നിൽക്കട്ടെന്നേ. അവരിപ്പോൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അവരതിനനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്. അവർ തന്നെ പറയുമ്പോൾ അതിന് വിരുദ്ധമായ എന്തെങ്കിലും പ്രസംഗങ്ങളോ പ്രതികരണങ്ങളോ വെല്ലുവിളികളോ ഭീഷണികളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങേക്ക് എടുത്തു കാണിക്കാമെന്നേ ഞാൻ എത്ര നേരമായി ചോദിക്കുന്നു. ഒറ്റ കാര്യം അങ്ങ് എത്ര ചോദിച്ചാലും ഒരു സംഘടന, ആ സംഘടന പ്രവർത്തിക്കുന്നത് ആ സംഘടനയുടെ ഭരണഘടനാ പ്രകാരമായിരിക്കും. 1957 ഒറ്റ ഞാൻ പറയട്ടെ ഒന്ന് മിസ്റ്റർ, നിങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് കേൾക്കൂ. ഇങ്ങനെ അസഹിഷ്ണുത കാണിക്കല്ലേ, ഇങ്ങനെ അസഹിഷ്ണുത ഉള്ളപ്പോൾ ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കല്ലേ. 5:1 ഈ ചർച്ച. ഒരു കോൺഗ്രസ്, ഒരു ലീഗ്, 2 വലതുപക്ഷ നിരീക്ഷക, ഒരു ആങ്കർ. 5:1 ഞങ്ങൾ 1957 സ്വന്തം ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. മതരാഷ്ട്രവാദം ഞങ്ങൾ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ഏതെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവിന്റെ ഒരു പ്രസ്താവന താങ്കൾ കാണിച്ചാൽ ഞങ്ങൾ ഈ പരിപാടി നിർത്താം. ഞങ്ങൾ മതരാഷ്ട്രവാദവുമായി മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്ന ഒരു ജമാഅത്തെ ഇസ്ലാമി നേതാവിനെ അങ്ങ് കാണിച്ചു തരൂ, എന്നിട്ട് അങ്ങ് പരിപാടി നിർത്തൂ. എത്രണ്ണം വേണം? പരിപാടി ഞങ്ങൾ നിർത്തില്ല, പരിപാടി ഞങ്ങൾ തുടരും, അന്തസ്സായി തുടരും. നിങ്ങളെ കുറിച്ചുള്ള മാധ്യമങ്ങൾ കൃത്യമായി അല്ല ഞാൻ പറയട്ടെ അങ്ങക്ക് എന്തിനാ? അല്ല അങ്ങക്ക് തന്നെയാണ് അസഹിഷ്ണുത. ഒരു സംഘടന അവരുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഏറ്റവും വലിയ ഇമാം കഴിഞ്ഞ വർഷം പറഞ്ഞു ഞങ്ങൾ മതരാഷ്ട്ര നിർമ്മാണത്തിൽ നിന്ന് പുറകിലേക്ക് പോയിട്ടേ ഇല്ല എന്ന് പറയുമ്പോഴും സ്മൃതി പരുത്തിക്കാട് പറയുന്നു അവർ ഭരണഘടനയിൽ നിന്ന് മാറി, അവർ മതരാഷ്ട്രവാദികളല്ല എന്ന് പറയുന്നു. ശ്രീ VD സതീശൻ കഴിഞ്ഞ തവണ പത്രസമ്മേളനം നടത്തി പറഞ്ഞു 2019 ഇവർ മതരാഷ്ട്രവാദം അവരുടെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരും പേര് വേണമെങ്കിൽ എടുത്തു പറയും, എല്ലാവരും പറഞ്ഞിരിക്കുന്നു. അങ്ങക്ക് എന്താണ് അവകാശം? എന്റെ അവകാശമല്ല, ഞാൻ ചോദ്യമാണ് ചോദിക്കുന്നത്. ഞാൻ അങ്ങോട്ട് എന്റെ സംശയമാണ് ചോദിക്കുന്നത്. എന്റെ സംശയം ഞാൻ ആദ്യമേ ചോദിച്ചു. എന്റെ ആദ്യത്തെ ചോദ്യം മുതൽ അരുൺകുമാർ, നിങ്ങളെ പിന്തുണയ്ക്കുമ്പോഴും ഈ ഭരണഘടനയുണ്ടെന്നേ, അപ്പോഴെന്താണ് ഈ പ്രശ്നമില്ലാത്തത്? ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ പിന്തുണച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ അങ്ങക്ക് എന്താണ് ഈ പറയുന്നത്? മനസ്സിലാവുമല്ലോ. അല്ല, എനിക്ക് മലയാളം മനസ്സിലാവും. മലയാളത്തിലുള്ള വാർത്താ ശകലങ്ങളാണ് ഞാൻ വായിച്ചത്. മലയാളത്തിലെ പറയും പത്രവാർത്തകളല്ലേ വായിച്ചത്? ാണ് ഞാനും വായിച്ചത്. അങ്ങയ്ക്ക് വേണ്ടി സെലക്ടീവ് ലീക്കേജ് അങ്ങ് നടത്തി. ഞാൻ വായിക്കട്ടെ, ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ. താങ്കൾ ഇപ്പൊ ഇടപെടും, ഒരു വാചകം വായിക്കാൻ എന്നെ അനുവദിക്കില്ല. ലോകത്തെവിടെയുണ്ടാകുന്ന സംഭവമായാലും പ്രശ്നമായാലും സ്വന്തം ഇസ്ലാമിക വീക്ഷണത്തിലൂടെ മതത്തിലൂന്നി നിന്നു മാത്രം വീക്ഷിക്കുകയും നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന സംഘടനകളിൽ ഒന്നാണ് ജമാഅത്തെ ഇസ്ലാമി.
BCCIയുടെ പോലെ CBCIയുടെ പോലെ എത്ര ആഴത്തിലും പരപ്പിലും സംഭവങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടല്ലെങ്കിലും ജമാഅത്തെ ഇസ്ലാമി ചെന്നെത്തി നിൽക്കുന്നത് കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ തന്നെയാണ്. ഇത് ദേശാഭിമാനി എഴുതിയ എഡിറ്റോറിയലാണ്. ആ എഡിറ്റോറിയലിൽ അടക്കം മറ്റേതെങ്കിലും പ്രസ്താവനയുടെ ചെറിയ വാചകങ്ങൾ അടർത്തിയെടുത്തു വരുമ്പോൾ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഞങ്ങളുടെ നിലപാടിൽ ഒരു മാറ്റവുമില്ല. അന്നും ലോകത്ത് നടക്കുന്ന ഏത് സാഹചര്യത്തിലും സന്തോഷത്തോടെ അമീറിൽ നിന്നും ഉപഹാരം സ്വീകരിക്കുന്ന പിണറായി വിജയൻ അങ്ങ് പറയുന്ന മുഖപ്രസംഗം ഞാനും വായിച്ചു. ഞാൻ മുഖപ്രസംഗമല്ല വായിച്ചത്, അതിനുശേഷമുള്ള വാർത്താശകലങ്ങളാണ്. അതിൽ പിണറായി വിജയൻ നിലപാടുള്ള സംവിധാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ അതാ MV ഗോവിന്ദൻ ഘോരഘോരം പ്രസംഗിക്കുന്ന ചിത്രം അങ്ങ് കാണൂ, കണ്ണ് തുറന്നു കാണൂ. ഞാൻ തിരിച്ചെത്താം. ഇടവേളയ്ക്ക് ശേഷം ഞാൻ ഷിബു മീരാനിലേക്ക് എത്താം. അങ്ങ് മറുപടി പറയണം, അതിനുശേഷം എനിക്ക് സന്ദീപിലേക്കും പോകണം. വരാം സ്മൃതി. ഈ IPH എന്ന് ആവർത്തിച്ച് പറയാണ്. ഞാൻ പറഞ്ഞല്ലോ, IPH കേരളത്തിൽ പ്രചരിപ്പിക്കുന്ന ഏറ്റവും അധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഒന്നാമത്തെ ആള് O. അബ്ദുറഹ്മാനാണ്. ആ O. അബ്ദുറഹ്മാനെയാണ് 2006 മുതൽ 2011 വരെ നിങ്ങൾ പാലോളി കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത്. രണ്ടാമത് അവർ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നാണ്. ആ കാരക്കുന്നാണ് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ വന്ന് ഇപ്പറയുന്ന പിണറായി വിജയനോട് ചർച്ച നടത്തിയത്. പിന്നെ നിങ്ങൾ ഏത് IPHന്റെ കാര്യം പറയുന്നത്? 57 ഭരണഘടന, 96 ജമാഅത്തെ ഇസ്ലാമിക് ഉണ്ട്, 2006 ജമാഅത്തെ ഇസ്ലാമിക് ഉണ്ട്, 2011 ഒരു ഉളുപ്പില്ലാതെ പിണറായി വിജയൻ പോയി വോട്ട് അരന്ന് വാങ്ങുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് ഭരണഘടന ഉണ്ട്. അന്ന് കണ്ണിൽപ്പെടാത്ത ഭരണഘടന നിങ്ങളുടെ കണ്ണിൽ ഇപ്പോഴപ്പെട്ടത്. പിന്നെ ഈ ഭൂരിപക്ഷത്തെ ന്യൂനപക്ഷത്തെ ഈ രണ്ട് വർഗീയതയും ഒരുപോലെ എതിർക്കുന്ന കഥ ദയവ് ചെയ്ത് അരുൺകുമാർ പറയരുത്. 77 കഥയാണല്ലോ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് ഞങ്ങൾ RSSന്റെ വോട്ട് വാങ്ങിയത്. അരുൺകുമാറിന് അറിയോ ഇന്ത്യയിൽ ആദ്യമായി ജമാഅത്തെ ഇസ്ലാമിക്കാർ വോട്ട് ചെയ്ത തെരഞ്ഞെടുപ്പാണ് 77. അന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാർ വോട്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരേ ഭാഗത്ത് RSSന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് ഒരേ തെരഞ്ഞെടുപ്പിൽ വാങ്ങാനുള്ള തൊലിക്കട്ടി ഈ രാജ്യത്ത് വേറെ ആരും കാണിച്ചിട്ടില്ല. അരുൺകുമാറിനറിയോ ലോകത്ത് മുഴുവനുള്ള ഹിപ്പോപ്പൊട്ടാമസുകൾ ഇപ്പൊ AKG സെന്ററിനെ ദിക്കാക്കി കണ്ടിട്ടാണ് സാഷ്ടാംഗം വീഴുന്നത്. കാരണം ആ ഹിപ്പോപ്പൊട്ടാമസുകൾ നാണം കെട്ട് സുല്ലിട്ട് പോവാണ്. ഇതൊക്കെ വളരെ നിരീക്ഷകൻ സംസാരിച്ചപ്പോ പരാതി തീർന്നില്ലേ? ശരി, എന്താണ് അരുൺ വേഗം പറഞ്ഞോളൂ. അരുൺ പറഞ്ഞോളൂ, എന്നിട്ട് ഞാൻ സന്ദീപിലേക്ക് പോകുന്നു. അല്ല, ഞാൻ വീണ്ടും ആവർത്തിച്ചല്ലോ, 2014 ഇതേ ലീഗും കോൺഗ്രസും കൊടുത്ത അഫിഡവിറ്റിൽ നിന്ന് എന്നാണ് നിങ്ങൾ മാറ്റം വന്നതെന്ന് ചോദിക്കാൻ ഞാൻ ചോദിച്ചു. സന്ദീപ് മറുപടി പറയാം. സന്ദീപ്, ഉമ്മൻചാണ്ടിയുടെ കാലത്തെ അഫിഡവിറ്റ് അല്ല, ഇവിടെ നോക്കൂ, പിന്നെ CPM ഞാൻ പറഞ്ഞോട്ടെ, ഇവിടെ CPMന്റെ പ്രതിനിധിയുടെയും വലത് നിരീക്ഷകനായിട്ടുള്ള RSS പ്രവർത്തനായിട്ടുള്ള അനുരാജിന്റെയും ഒരേ ശബ്ദമാണ്. നാടോടിക്കാറ്റ് പട്ടണപ്രവേശത്തിൽ പറയുന്ന പോലെയാണ്. രണ്ടുപേരും ശബ്ദം കേട്ടാൽ ഒരേപോലെ ഇരിക്കുന്നു. രണ്ടുപേരും പറയുന്ന ഒരേ കാര്യമാണ്. രണ്ടു കൂട്ടരും പറയുന്നു ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിലെ എല്ലാവിധ തീവ്രവാദ പ്രവർത്തനങ്ങളുടെയും പ്രഭവ കേന്ദ്രമാണെന്ന് അവർ പറയുന്നു. അങ്ങനെയാണെങ്കിൽ 10 വർഷക്കാലമായിട്ട് ഇവരല്ലേ ഭരിക്കുന്നത്? കേരളത്തിലും കേന്ദ്രത്തിലും ഈ രണ്ടു കൂട്ടരാണല്ലോ ഭരിക്കുന്നത്. ഞാൻ ശ്രീ അനുരാജിനോട് ചോദിക്കുകയാണ്, ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾ പറയുന്നത് പോലെ വലിയ ഭീകരവാദ സംഘടനയായിരുന്നെങ്കിൽ എന്തിനാണ് 2023 RSS നേതാക്കളുമായി ജമാഅത്തെ ഇസ്ലാമി നേതാക്കളും നിങ്ങൾ കൂട്ടിക്കാഴ്ച നടത്തിയത്? നിങ്ങൾ ചർച്ച നടത്തിയിരുന്നല്ലോ. RSS ജമാഅത്തെ ഇസ്ലാമി ചർച്ച നടന്നിട്ടുണ്ടല്ലോ പല തവണ. അപ്പൊ ഇത്രയും വലിയ ഭീകരവാദ സംഘടനയും ആഗോള ഇസ്ലാമിക ഭീകരവാദത്തിന് ഐഡിയോളജിക്കൽ ബേസ് കൊടുക്കുന്ന സംഘടനയുമാണ് നിങ്ങൾ ഇപ്പൊ ഈ ചർച്ചയിൽ ആരോപിച്ച പോലെയാണെങ്കിൽ RSS എന്തിനാണ് അവരുമായിട്ട് ചർച്ച നടത്തിയത്? എന്തേ 10 വർഷക്കാലം മോദി ഭരിച്ചല്ലോ, 11 വർഷമായല്ലോ ഭരിക്കുന്നു. ഈ നിമിഷം വരെ നിങ്ങളുടെ IBO, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഏജൻസിയോ ഈ പറയുന്ന സംഘടനയ്ക്കെതിരെ എന്ത് നിരോധനം അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചില്ല? എന്തൊക്കെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്? നിങ്ങൾ പറയണം. ഇതേ മറുപടി CPMന്റെ സർക്കാരും പറയണം. 10 വർഷമായിട്ട് പിണറായി ഭരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ എത്ര റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്? നിങ്ങൾ എത്ര മുന്നറിയിപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കൊടുത്തിട്ടുണ്ട്? അപ്പൊ നിങ്ങൾ രണ്ടു കൂട്ടരും 10 വർഷക്കാലത്തിലധികമായി ഈ സംസ്ഥാനത്തും രാജ്യത്തും ഭരണത്തിലിരുന്നിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത എന്ത് ഭീകരതയാണ് പ്രതിപക്ഷത്തുള്ള ഞങ്ങൾ കണ്ടെത്തേണ്ടത്? അപ്പൊ ഞങ്ങൾ നോക്കൂ, ഇവിടെ വെൽഫെയർ പാർട്ടിയുമായി ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കിയ സമയത്ത്, ഒരു പല പ്രാദേശികമായിട്ട് ചില നീക്കുപോക്കുണ്ടാക്കിയ സമയത്ത് അതെന്തോ വലിയ പാതകമാണ് രീതിയിൽ ഞങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്ന ആളുകൾ വാസ്തവത്തിൽ തുറന്ന് എഡിറ്റോറിയൽ വരെ എഴുതിയിട്ട്, ആ അരുൺകുമാർ വായിച്ച എഡിറ്റോറിയൽ ഉണ്ടല്ലോ, അതിൽ പോലും ജമാഅത്തെ ഇസ്ലാമി ഇതുപോലെ അല്ല അവരുടെ ഞാനൊന്ന് പറയട്ടെ, ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല അരുൺകുമാർ, ഞാൻ ഇന്ന് പൂർത്തിയായിക്കോട്ടെ, ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് പൂർത്തിയായിക്കോട്ടെ. എന്നെ വ്യക്തിപരമായിട്ട് നമ്മൾ ഈ ചർച്ചയുടെ വിഷയത്തിൽ ഒന്നിങ്ങി നിൽക്ക്. ജമാഅത്തെ ഇസ്ലാം ഈ നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എഡിറ്റോറിയലിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ ഇങ്ങനെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടോന്നോ? ഞാൻ അന്ന് സെയിം വിഷയമൊന്നും അല്ല കുമാർ, ഞാൻ പറഞ്ഞോട്ടെ. ജമാഅത്തെ ഇസ്ലാമിയുടെ ഏതെങ്കിലും വിഷയത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഇതുപോലെയുള്ള സംഘടനയാണെന്ന് നിങ്ങൾ എഡിറ്റോറിയൽ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് ആ പിന്തുണ വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അതിന്റെ ആ എഡിറ്റോറിയൽ ഏറ്റവും അവസാനത്തെ ലൈനൊന്ന് വായിച്ചു നോക്കിയാൽ മതി. കൃത്യമാണ് CPM നിലപാട്. എന്താണ്?
ഈ മേൽ വിവരിച്ച 2 തീരുമാനങ്ങൾ, അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെയും ക്രൈസ്തവ സംഘടനയുടെയും തീരുമാനങ്ങൾ രാജ്യത്തെ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ രാഷ്ട്രീയ അടിത്തറ തീർച്ചയായും കൂടുതൽ ശക്തവും വ്യാപ്തവുമാക്കി തീർക്കുന്നതാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ മതനിരപേക്ഷതയ്ക്കുള്ള അംഗീകാരമാണെന്നാണ് ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ എഴുതിയിട്ടുള്ളത്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ന്യായീകരിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് നിഷേധിക്കുന്നത്? നിങ്ങൾക്കുണ്ടായിരുന്ന ബന്ധം, ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുണ്ടായിരുന്ന അടുത്ത ബന്ധം ഈ നിമിഷം പോലും പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് വീക്ഷണം എഡിറ്റോറിയൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് നിങ്ങൾ എഡിറ്റോറിയൽ എഴുതിയില്ലേ? എഡിറ്റോറിയൽ അവസാനത്തെ വരിയാണ് ഇത് കല്ലെറിയട്ടെ എന്ന് എഡിറ്റോറിയൽ എഴുതിയോ കഴിഞ്ഞ ആഴ്ച? എഡിറ്റോറിയലിനെ തള്ളി പറയുന്ന നമ്മൾ ഞാൻ വായിച്ചത് ദേശാഭിമാനി നമ്മൾ ചർച്ച ചെയ്തു. നിങ്ങൾ പിൻവലിച്ചു. ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ സ്മൃതി പറയട്ടെ. അഫിഡവിറ്റിൽ നിന്ന് സത്യവാങ് അല്ല, ഞാൻ വായിച്ചത് ശരിയല്ലേ സ്മൃതി? ഞാൻ വായിച്ചത് ശരിയാണോ തെറ്റാണോ? 2014 അഫിഡവിറ്റിൽ നിന്ന് എന്തുകൊണ്ട് കോൺഗ്രസ് പുറകിൽ പോയി? സംഭവവികാസമാണ് കേരളത്തിൽ 2014 വീണ്ടും ഞാൻ ചോദിച്ചല്ലോ, വീണ്ടും ചോദിച്ചല്ലോ. അതെ, ശരി. അഫിഡവിറ്റുമായി ബന്ധപ്പെട്ടാണ് അരുൺകുമാറിന്റെ ചോദ്യം. അതിനുള്ള മറുപടിയാണ് അങ്ങിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ല, അത് കഴിഞ്ഞ് ഭാരതപ്പുഴയിലൂടെ എത്രയോ വെള്ളം ഒലിച്ചു പോയി. 10 കൊല്ലമായിട്ട് ഇവര് ഭരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾ അങ്ങനെ അഫിഡവിറ്റ് ഉണ്ടെങ്കിൽ ആ ഗവൺമെന്റിന്റെ നിങ്ങൾ 10 വർഷമായിട്ട് എന്ത് നടപടി സ്വീകരിച്ചു? നിങ്ങൾ പറയുന്നത് പോലെ അങ്ങ് നേരത്തെ പറഞ്ഞാണെങ്കിൽ വി ഡി സതീശൻ പറഞ്ഞു ഇപ്പോൾ അവർക്ക് അങ്ങനെ ഒരു നിലപാടില്ല എന്നാണല്ലോ. അപ്പൊ പിന്നെ ആ പ്രശ്നം തീർന്നില്ലേ? ആ ചോദ്യം തീർന്നില്ലേ? തീർന്നു. അപ്പോൾ ഈ 5 വർഷത്തിനിടയിൽ ഒരു സംഭവമില്ലാതെ അഫിഡവിറ്റിൽ നിന്ന് മാറ്റം വന്നതിന് ഒരു ചോദ്യമില്ല. ഇതാണ് കേരളത്തിൽ ചോദിച്ചത്. എന്താണ് ഇവിടെ വന്ന മാറ്റം? നിങ്ങൾ അവരെ എത്ര പേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്? എത്ര പേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്? ഇനി നിങ്ങൾ പറഞ്ഞ 14 ഏതെങ്കിലും പുസ്തകം പിണറായി വിജയൻ വായിച്ചിട്ടുണ്ടോ? IPS പുസ്തകം പിണറായി വായിച്ചിട്ടാണോ പോയി ചർച്ച നടത്തിയത്? നിങ്ങളുടെ രാജസ്ഥാനിലെ എംപിയും തമിഴ്നാട്ടിലെ എംപിമാരും ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിൽ പോയി നന്ദി പറഞ്ഞതിനാ? കമ്മിറ്റിയിലും നൽകിയ പ്രാതിനിധ്യത്തെ കുറിച്ച് അങ്ങൊന്ന് പറയൂ. ആ പ്രാതിനിധ്യം എന്തായിരുന്നു? ഒരിക്കലല്ല. ഇവരുടെ നേതാക്കന്മാർ പോയി നന്ദി പറഞ്ഞല്ലേ ഈ 2024 ഇലക്ഷൻ കഴിഞ്ഞിട്ട്? എന്തുകൊണ്ട് മാറ്റം വരുത്തി? CPM എന്ന് ചോദിക്കേണ്ടി വരും. CPM ഇതല്ലേ ചോദിക്കേണ്ടത്? ഇതുപോലെയുള്ള കാപട്യം അരുൺകുമാർ അങ്ങനെ ഒരു പ്രയോഗം നടത്തിയ സന്ദീപ്, അങ്ങനെ ഒരു പ്രയോഗം നടത്തിയ BJP നേതാവ് അല്ലെങ്കിൽ RSS ചായവുണ്ടായിരുന്ന നേതാവ് അതിൽ നിന്ന് മാറുകയാണെങ്കിൽ അതിനെ നമ്മൾ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്? ആ വാചകം ഇന്നേ എടുത്തിട്ടുകൊണ്ട് അയാളുടെ പഴയ കാലത്തെ കുറിച്ച് ഒരൊറ്റ മിനിറ്റ് മാറുകയാണെങ്കിൽ അതാണല്ലോ ഏറ്റവും അഭികാമ്യം. ഒരു മിനിറ്റ് ഞാൻ പൂർത്തിയാക്കട്ടെ. അരുൺകുമാർ, എത്രയോ നേതാക്കളെ RSSൽ നിന്നും കണ്ണൂരിൽ എത്രയോ നേതാക്കളെ CPM എത്തിക്കുമ്പോൾ നിങ്ങൾക്ക് അവർ നല്ല നേതാക്കളാകുന്നല്ലോ. നല്ല നേതാക്കളാകുന്നുണ്ടല്ലോ അരുൺകുമാർ. RSSൽ എത്ര പേരെയാണ് CPMലേക്ക് എത്തിച്ചിട്ട് നല്ല നേതാക്കളാക്കുന്നത്? അരുൺകുമാറിനേക്കാളും വലിയ നേതാവാണ് AK ബാലട്ടൻ. അരുൺകുമാറിനേക്കാളും വലിയ നേതാവാണ് AK ബാലട്ടൻ. ആ ബാലട്ടൻ എന്നെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഞാൻ മറുപടി പറയണ്ടേ? ക്രിസ്റ്റൽ ക്ലിയർ ആണ്. നല്ല ചെറുപ്പക്കാരനാണ്. അരുണേക്കാൾ എത്രയോ വലിയ നേതാവാണ്. വീണ്ടും എന്നെ കുറിച്ച് ഇങ്ങനെ ഒരു വിഷയം സെലക്ട് ചെയ്ത് 5 പേരെ ഇരുത്തി നിങ്ങളുടെ ലക്ഷ്യം കൃത്യമായിട്ട് പൂർണ്ണമായിട്ട് എല്ലാവർക്കും മനസ്സിലായി. ഇത്രയും വികസന നേട്ടങ്ങൾ പറയാനുണ്ടായിരുന്നിട്ടും വാർത്താ സമ്മേളനത്തിൽ ഭൂരിഭാഗം സമയവും ഈ വിഷയത്തിലേക്ക് മുഖ്യമന്ത്രി എത്തിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഇതിനൊരു വലിയ വലിപ്പം ഉണ്ടാക്കിയത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ആ വലിപ്പത്തിൽ ചർച്ച ചെയ്യും അരുൺകുമാർ. അപ്പോൾ ആ വലിപ്പത്തിൽ ചർച്ച ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ആ വലിപ്പത്തിൽ ചർച്ച ചെയ്യും. ആ വലിപ്പത്തിൽ ചർച്ച ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾ ആരൊക്കെയാണോ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് അവരും ചർച്ചയ്ക്ക് പ്രതിനിധികളായി വരും. അതിൽ അസഹിഷ്ണുത കാട്ടിയിട്ട് കാര്യമില്ല. കുറച്ചുകൂടി മര്യാദ കാണിക്കണം. ചാനലിനെ തെരഞ്ഞെടുക്കുമ്പോൾ കുറച്ചുകൂടി മര്യാദ. ഇവിടെ എത്തിയിരിക്കുന്ന അതിഥികളെ ആരെയും അപമാനിക്കാൻ അങ്ങേക്ക് യാതൊരു അവകാശവുമില്ല അഡ്വക്കേറ്റ് അരുൺകുമാർ. എല്ലാവരും മാന്യമായി അവരുടെ സമയത്തെ സംസാരിച്ചിട്ട് ഏറ്റവും കൂടുതൽ സമയം അങ്ങേക്കുമാണ് നൽകിയിട്ടുള്ളത്. നിങ്ങൾ 5 പേരും
ഒരു കുപ്പിയിലെ വീഞ്ഞ് കുപ്പിയിലെ വീഞ്ഞ് 5 പേരും ഒരേ രൂപത്തിൽ ചോദിച്ചു. അന്തസ്സായിട്ട് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. കേൾക്കാൻ പറ്റുമെങ്കിൽ എന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. എന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. വഖഫ് ബോർഡിലും പാലോളി കമ്മിറ്റിയിലും എങ്ങനെ എത്തി എന്നുള്ളതിന് അങ്ങ് മറുപടി പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് പിന്തുണ നൽകിയ കാലത്തെക്കുറിച്ച് അങ്ങ് നിശബ്ദനായിരുന്നു. ഒരിക്കൽ അല്ലല്ല എന്താ മിസ്റ്റർ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. താങ്കളുടെ മനസ്സിൽ മുഴുവൻ ഇടതുപക്ഷ വിരുദ്ധ ജരമുണ്ട്. അതുകൊണ്ട് താങ്കൾക്ക് ഈ മറുപടി മനസ്സിലാവില്ല. അങ്ങയുടെ ഏറ്റവും കടുത്ത വാചകങ്ങൾ ഉപയോഗിക്കൂ. ചോദ്യങ്ങൾ അവിടെ തന്നെ നിൽക്കും. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, വളരെ നന്ദി. നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ടാണ്. ഒപ്പം തന്നെ സന്ദീപ് വാര്യർ, അഡ്വക്കേറ്റ് ഷിബു വീരാൻ, എ കെ അനുരാജ്, എൻ പി ചെക്കുട്ടി ചർച്ചയിൽ പങ്കെടുത്തതിന് കാണാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.